എന്നാൽ നീ അറിഞ്ഞിരിക്കുക, ഈ ലോകത്തിൽ ആരെല്ലാം എന്തെല്ലാം നിന്നോട് ചെയ്താലും അവർക്കൊന്നും നശിപ്പിക്കാനാവാത്ത ഒരു വിലയാണ് ദൈവം നിനക്ക് ഇട്ടിരിക്കുന്നത്. അത് ലോകത്തിൽ ഒരു വ്യക്തിക്ക് അത് നശിപ്പിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നീ ദൈവസന്നിധിയിൽ എപ്പോഴും എപ്പോഴും വിലയുള്ള വ്യക്തിയാണ്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മാത്രം. സഹോദരങ്ങളെ, ഇതാ നമ്മുടെ മുമ്പിൽ നമ്മളെ പലരും താഴ്ത്തിക്കെട്ടിട്ടുണ്ടാകാം, കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം, തരം താഴ്ത്തിയിട്ടുണ്ടാകാം. ഇതൊക്കെ ഒരു അവസ്ഥയാണ്. പക്ഷെ ദൈവസന്നിധിയിൽ നമ്മുടെ വില ഒരിക്കലും ഇടിയുന്നില്ല. നീ ദൈവസന്നിധിയിൽ എപ്പോഴും പ്രധാനപ്പെട്ട വ്യക്തിയാണ്. യേശു നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ നിന്റെ ജീവിതം നീ യേശുവിന് മുമ്പിലേക്ക് കൊണ്ടുവരിക. അവിടെയാണ് ഇത് പുഷ്പിക്കുന്നത്, അവിടെയാണ് ഇതിന്റെ മഹത്വം പ്രസരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. കണ്ണുകളടച്ച് നമ്മളെ ലൈംഗിക മേഖലയിൽ ഏതൊരു വിധത്തിൽ നമ്മളെ ആരെങ്കിലും ദുർവിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ, മ്ലേച്ഛമായ ഓർമ്മകളും മ്ലേച്ഛമായ സംഭാഷണവും നമ്മുടെ തലയ്ക്കകത്ത് ആരെങ്കിലും പാകിയിട്ടുണ്ടെങ്കിൽ, ഈ മേഖലയിൽ നമ്മുടെ ഉള്ളിൽ ഭയവും കുറ്റബോധവും കിടപ്പുണ്ടെങ്കിൽ, ഇതൊന്നുമില്ലെങ്കിൽ തന്നെയും നമ്മുടെ തലയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതാ കുറ്റബോധവും ഇതെല്ലാം മ്ലേച്ഛമാണ് എന്ന ചിന്തയും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, വളരെ ചെറുപ്പത്തിൽ തന്നെ മോശമായ പടങ്ങളെല്ലാം കാണാൻ ഇടയായിട്ടുണ്ടെങ്കിൽ, ഈ മേഖലയിൽ വന്നിട്ടുള്ള എല്ലാ അശുദ്ധിയും നമുക്കിപ്പോൾ ഈശോയുടെ മുമ്പിൽ പറഞ്ഞ് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരേ ഒരു ചോദ്യം ഇപ്പോൾ ചോദിക്കണം. ഈ മേഖലയിൽ നമ്മളെ ആരെങ്കിലും ദുർവിനിയോഗിച്ചിട്ടുണ്ടോ? നമ്മളെ ആരെങ്കിലും പാപത്തിൽ വീഴ്ത്തിയിട്ടുണ്ടോ? നമ്മുടെ അഭിമാനം ആരെങ്കിലും വ്രണപ്പെടുത്തിയിട്ടുണ്ടോ? നമ്മളെ പാപത്തിലേക്ക് ആരെങ്കിലും വലിച്ചടിച്ചിട്ടുണ്ടോ? നമ്മളെ ഏതൊരു വ്യക്തികൾ ഈ മേഖലയിൽ പീഡിപ്പിച്ചിട്ടുണ്ടോ? എങ്കിൽ കണ്ണുകളടച്ച് നമ്മൾ ആ വ്യക്തികളെ ഒന്ന് ഓർത്ത്, ഈശോയെ, നിന്റെ നാമത്തിൽ ഈ വ്യക്തിയോട് ഞാൻ ക്ഷമിക്കുന്നു, നിന്റെ നാമത്തിൽ ഈ വ്യക്തിയോട് ഇതാ ഞാൻ പൂർണ്ണമായും ക്ഷമിക്കുന്നു, ഈശോയുടെ രക്തം കൊണ്ട് ഇപ്പോൾ അവരെ കഴുകണമേ എന്ന് മനസ്സിൽ ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സഹോദരങ്ങളെ, ഇതാ അറിഞ്ഞിരിക്കുക, നമ്മളെ ഈ മേഖലയിൽ വേദനിപ്പിച്ച എല്ലാ വ്യക്തികളോടും ക്ഷമിക്കുവാനും അവരെ അനുഗ്രഹിക്കുവാനുള്ള അനുഗ്രഹം ഇതാ ഈശോ തരികയാണ്. ഈ സ്നേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നിന്നെ ആരെല്ലാം വേദനിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ അവർക്ക് കൊടുക്കുവാൻ ഉള്ള സ്നേഹമാണ് ഈശോ കുരിശിൽ നിന്ന് നിനക്ക് തരുന്നത്. നിന്നെ വേദനിപ്പിച്ചവരെ അനുഗ്രഹിക്കുവാനുള്ള സ്നേഹം, ഈ സ്നേഹമാണ് ഈശോ തരുന്നത്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ വേദനിപ്പിച്ചവരെ അനുഗ്രഹിക്കുവാനും അവരോട് ക്ഷമിക്കുവാനുമുള്ള അങ്ങയുടെ സ്നേഹം അങ്ങയുടെ കുരിശിൽ നിന്ന് എന്നിലേക്ക് ഒഴുക്കണമേ. ഈ സ്നേഹം എനിക്ക് തരണമേ. എന്നെ വേദനിപ്പിച്ചിട്ടുള്ള എല്ലാവരിലേക്കും ഈ സ്നേഹം ഒഴുകട്ടെ. എന്നെ വേദനിപ്പിച്ചവരെ അനുഗ്രഹിക്കണമേ, എന്നെ പീഡിപ്പിച്ചവരെ അനുഗ്രഹിക്കണമേ, എന്നെ വിഷമിപ്പിച്ചവരെ അനുഗ്രഹിക്കണമേ, എന്നോട് കരുണയായിരിക്കണമേ. എന്നെ വേദനിപ്പിച്ചവരെ എല്ലാം അനുഗ്രഹിക്കണമേ, എന്നോട് കരുണയായിരിക്കണമേ. എന്നെ വേദനിപ്പിച്ചവരെ അനുഗ്രഹിക്കണമേ, അവരോട് കരുണയായിരിക്കണമേ. ഫിലിപ്പിയ ലേഖനത്തിൽ ഇപ്രകാരം വായിക്കുന്നു: സഹോദരരെ, എനിക്ക് സംഭവിച്ചവയെല്ലാം തന്നെ സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമായി തീർന്നുവെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല തകർച്ചകളും ദൈവം നമ്മളെ തൻ്റെ വിളി മനസ്സിലാക്കി തരുന്ന ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു ഇടപെടലായി നമ്മൾ അതിനെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മാത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ അറിഞ്ഞിരിക്കുക, നമ്മുടെ ജീവിതത്തിലെ ഏതെല്ലാം വിധത്തിലുള്ള തകർച്ചകളായാലും വിഷമതകളായാലും ശരി, അതിലൂടെയെല്ലാം ദൈവം നമ്മളെ മുന്നോട്ട് നയിക്കുകയാണ്. പക്ഷേ നമ്മൾ നിരാശയുടെയും ദുഃഖത്തിൻ്റെയും ആകുലതയുടെയും ഭയത്തിൻ്റെയും അടിമയായി കഴിയാൻ പാടില്ല. നിരാശയിലും ദുഃഖത്തിലും കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വിളി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നവയെല്ലാം തന്നെ സുവിശേഷത്തിൻ്റെ പുരോഗതിക്കായി ദൈവം തിരിച്ചുവിടുന്നു എന്ന വലിയ സത്യം ഈ അവസരത്തിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഒന്ന് കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ മാത്രം. ഞാൻ പോട്ടെ ആശ്രമത്തിലായിരിക്കുന്ന കാലത്ത് അവിടെ വന്ന് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരമ്മച്ചി വന്ന് എന്നെ വിളിച്ചു. അച്ഛൻ എൻ്റെ വീട് വരെ ഒന്ന് വരണം. അവരുടെ ഭർത്താവ് മദ്യപാനിയാണ്. അപ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ആൾ കുടിച്ച് അങ്ങനെ ഒരർത്ഥബോധാവസ്ഥയിൽ ഇരിക്കുകയാണ്. എന്ത് പറഞ്ഞാലും അങ്ങോട്ട് മനസ്സിലാകാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ അവിടെ ഒരു ചെറിയ പ്രാർത്ഥന ചൊല്ലി ഇറങ്ങിപ്പോന്നു. പിന്നീട് 2-3 പ്രാവശ്യം അവിടെ പോകാനിടയായി. അപ്പോഴെല്ലാം ഈ അവസ്ഥയ്ക്ക് വ്യത്യാസമില്ല. പക്ഷേ എങ്കിലും ആ സഹോദരനെ ഞാൻ വിളിച്ച ഒരു ധ്യാനത്തിൽ കൂട്ടി. പക്ഷേ ധ്യാനം കഴിഞ്ഞ് അദ്ദേഹം വെളിയിലേക്ക് ഇറങ്ങി വീണ്ടും കുടിക്കുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ അദ്ദേഹത്തെ ഈ ലഹരി കഴിച്ചാലുണ്ടാകുന്ന കുഴപ്പത്തെക്കുറിച്ചെല്ലാം പറഞ്ഞെന്ന് പേടിപ്പിച്ചു.
അതൊന്നും അദ്ദേഹത്തെ ഏറ്റില്ല. പിന്നെ ഞാൻ അദ്ദേഹത്തെ കേരളത്തിലെ 2 ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ പറഞ്ഞയച്ചു. ഒന്ന് കാക്കനാട് ഹോസ്പിറ്റലിലും 2 ഈ പൈങ്കളം ആശുപത്രിയിലുമാണ് ഞാൻ പറഞ്ഞു വിട്ടത്. ഈ 2 സ്ഥലത്തും പുള്ളിക്കാരൻ പോയി തിരിച്ചു വരുമ്പോൾ പുള്ളി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കൊടുത്ത ഗുളികയും കഴിക്കും, മദ്യവും കഴിക്കും. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസ്ഥ. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഇത് ഒരു കാലത്ത് രക്ഷപ്പെടിയാല എന്നുള്ളതുകൊണ്ട് പിന്നെ ഞാൻ അദ്ദേഹത്തിന് പുറകെ കുടി നിർത്തണമെന്ന് പറഞ്ഞ് പോകാറില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അദ്ദേഹം തൻ്റെ മകളെയും കൊണ്ട് ഒരു സന്ധ്യാസമയത്ത് കോട്ടയം ആശ്രമത്തിലേക്ക് വന്നു. ഈ മകൾ അന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഏതോ ഒരു മത്സരത്തിന് പോയപ്പോൾ ആ കുട്ടി തോറ്റുപോയി. അതിന് അധികാരികളും കൂടെ ഉണ്ടായിരുന്നവരും എന്തോ ഒന്ന് കുറ്റപ്പെടുത്തി ആ കുട്ടിയോട് സംസാരിച്ചു. അത് ആ കുട്ടിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. അതിൻ്റെ പരിണിതഫലമാണെന്ന് പറയുന്നു, മുഖം ഒരു വശത്തേക്ക് ഇങ്ങനെ കൂടിപ്പോയി. അപ്പോൾ ഈ കോടിയ മുഖവുമായി വീട്ടിൽ വന്നപ്പോൾ ആ കുട്ടിയെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടർ എന്താ വെച്ചാൽ മരുന്നാണ് കൊടുത്ത് വിട്ടു. അതും കഴിച്ചാൽ കുട്ടി ഉറങ്ങിയെന്നല്ലാതെ നേരം വെളുത്തപ്പോഴും മുഖം അങ്ങനെ തന്നെ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നറിയാൻ പാടില്ലാതെ അങ്ങനെ ഇരുന്നു. വീണ്ടും ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 ദിവസം കഴിയുമ്പോൾ ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷേ കുട്ടിക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. കുട്ടിയുടെ മുഖം അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ആകെപ്പാടെ മാതാപിതാക്കന്മാർക്ക് വിഷമതയായി. അങ്ങനെ അന്ന് സന്ധ്യ ആയപ്പോൾ ഇയാൾ കണ്ടമാനം കുടിച്ചിട്ടുണ്ട്. അയാൾ മകളെയും കൊണ്ട് കോട്ടയം ആശ്രമത്തിലേക്ക് വന്നു. വന്ന ഉടനെ തന്നെ അവിടെ നായ്ക്കപ്പറമ്പനച്ഛനെയാണ് കണ്ടത്. അച്ഛനോട് ഇയാൾ ഇങ്ങനെ പറഞ്ഞു, അച്ഛാ, എൻ്റെ മകളുടെ മുഖം കണ്ടോ? അച്ഛൻ പ്രാർത്ഥിക്കണം. ഇത്രയും പുള്ളി പറഞ്ഞു ഒപ്പിച്ചു. അതുപോലെ കഴിച്ചിട്ടുണ്ടായിരുന്ന ആൾ. അപ്പോൾ അച്ഛൻ ഇയാളോട് പറഞ്ഞു, തൻ്റെ മകളുടെ മുഖം ഈശോ സുഖപ്പെടുത്തും. പക്ഷേ അങ്ങനെ ഒരു സൗഖ്യം ഉണ്ടാകണമെങ്കിൽ ഇയാൾ സുവിശേഷ വേല ചെയ്യണം. ഉടനെ ഇയാൾ പറഞ്ഞു, എന്ത് വേല വേണമെങ്കിലും ഇപ്പം തന്നെ ചെയ്യാൻ തയ്യാറാണ്. എൻ്റെ മകളുടെ മുഖം ഒന്ന് ശരിയായി കിട്ടിയാൽ എന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്. അപ്പം അച്ഛൻ പറഞ്ഞു, ഈ സുവിശേഷ വേല എന്ന് പറയുന്നത് താൻ ഉദ്ദേശിച്ച വേലയല്ലത്. ഈ വേല ചെയ്യണമെങ്കിൽ ഇനി മദ്യപിക്കാൻ പാടില്ല. ഉടനെ അയാൾ പറഞ്ഞു, എന്നാൽ ഇനി കുടിക്കുന്ന പ്രശ്നമേ ഇല്ല. കാരണം അന്നത്തേക്കുള്ളതെല്ലാം പുള്ളി അകത്താക്കി കഴിഞ്ഞു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് അച്ഛൻ ഈ സഹോദരൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഇത്രയാണ് അച്ഛൻ പ്രാർത്ഥിച്ചത്. കർത്താവേ, നിന്റെ വിളി എന്താണെന്ന് ഈ മകൻ അറിയുന്നില്ല. ലഹരിക്ക് അടിപ്പെട്ട് ഈ മകൻ കഴിയുകയാണ്. അതുകൊണ്ട് നീ എന്തിനായിട്ടാണ് ഈ മകനെ വിളിച്ചതെന്ന് ഇവർ വെളിപ്പെടുത്തി കൊടുക്കണം എന്ന് പറഞ്ഞ് അച്ഛൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന പൂർത്തിയായില്ല, മകളുടെ മുഖം ശരിയായി. മകളുടെ പേര് പറഞ്ഞില്ല, രോഗം പറഞ്ഞില്ല. ഈ അപ്പൻ്റെ തലയിൽ മാത്രമാണ് കൈവച്ചത്. ഇയാൾക്ക് സുവിശേഷ വിളി വെളിപ്പെടുത്തി കൊടുക്കണമെന്നാണ് അച്ഛൻ പ്രാർത്ഥിച്ചത്. പക്ഷെ അപ്പോൾ തന്നെ മകളുടെ മുഖം ശരിയായി. തുടർന്ന് അയാൾ നന്ദിയും പറഞ്ഞ് മകളെയും കൊണ്ട് വീട്ടിലേക്ക് പോയി. അടുത്ത ദിവസം ഏതാണ്ട് ഒരു 10 ആയപ്പോൾ ഇയാൾ കോട്ടയം ആശ്രമത്തിലെ അനുദിന പ്രാർത്ഥനയ്ക്ക് വന്ന് ഇരുന്നു. ഏതാണ്ട് 3:30 വരെ പള്ളിയിലിരുന്നു. അന്ന് മുതൽ എല്ലാ ദിവസവും 10:30, 10:45, 11 ആകുമ്പോൾ പള്ളി വരും. 3, 3:15 ആകുമ്പോൾ തിരിച്ചു പോകും. എല്ലാ ദിവസവും പതിവായിട്ട് വരാൻ തുടങ്ങി. അന്ന് രാത്രിയിൽ മദ്യപിച്ച് കോട്ടയാശ്രമത്തിൽ വന്നതല്ലാതെ പിന്നെ അദ്ദേഹം മരണം വരെയും മദ്യപിച്ചിട്ടില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ചില ബിസിനസ്സുകളുണ്ടായിരുന്നു. പുള്ളി അതെല്ലാം പോയി ഉപേക്ഷിച്ചു. ഒരൊറ്റ ബിസിനസ് മാത്രം പുള്ളി നിലനിർത്തി. ആ ബിസിനസ് ആകട്ടെ അദ്ദേഹത്തിന് കോട്ടയിൽ വന്ന് വചനം കേൾക്കാനായിട്ട് സൗകര്യപ്രദമായ രീതിയിലുള്ളൊരു ബിസിനസ്സാണ്. എന്ന് പറഞ്ഞാൽ അതിരാവിലെയാണ് പുള്ളിയുടെ ബിസിനസ് തുടങ്ങുന്നത്. അതയാളുടെ 9 ആകുമ്പോഴേക്കും അവസാനിക്കും, 8:30 ആകുമ്പോൾ അവസാനിക്കും. അപ്പോൾ ഒരു 10 ആകുമ്പോൾ പുള്ളിക്ക് മുടക്ക് കൂടാതെ ദേവാലയത്തിൽ വരാം. പിന്നെ ബിസിനസ് തുടങ്ങുന്നത് വൈകുന്നേരമാണ്. നിങ്ങൾ ചിലപ്പോൾ ഓർക്കും, ഇതെന്ത് ബിസിനസ്സാണ്? അത് ബിസിനസ് ഈ ചാലക്കുടിയിലെ മൊത്ത മീൻ വ്യവസായമാണ്, മീൻ വിൽപ്പനയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചാലക്കുടിയിലെ മൊത്തം മീൻ കച്ചവടക്കാരനാണ് പുള്ളി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അത് രാവിലെ തന്നെ ആളുകൾ കൊട്ടയ്ക്കൊക്കെ വന്ന് മീൻ വാങ്ങിക്കൊണ്ടുപോകും. പിന്നെ വൈകുന്നേരമായിരിക്കും വരിക. ആ ഒരൊറ്റ ബിസിനസ് ഒഴിച്ച് ബാക്കിയുള്ളത് മുഴുവനും പുള്ളി പിൻവലിച്ചു. എല്ലാ ദിവസവും വന്ന് വാതിൽ കേൾക്കാൻ തുടങ്ങി. തന്നെയുമല്ല, എല്ലാ മാസവും തൻ്റെ വരുമാനത്തിൻ്റെ 10% കൊണ്ടുവന്ന് എന്നെ തരും, സുവിശേഷ വേലയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞ്. ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം തൻ്റെ വീട്ടിൽ ഒരു രാത്രി മുഴുവനും കുറച്ച് ബന്ധുക്കളെയും പ്രാർത്ഥിക്കുന്ന ആളുകളെയും കൂട്ടി നേരം വെളുക്കുന്നവരെയും ഒരു പ്രാർത്ഥന അദ്ദേഹം സംഘടിപ്പിച്ചു. അങ്ങനെ എല്ലാ മാസത്തിലും ഒരു മധ്യസ്ഥ പ്രാർത്ഥന അദ്ദേഹത്തിന് വീട്ടിൽ രൂപം കൊണ്ടു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെയും അങ്ങനെ ഒരു 4 വർഷക്കാലത്തോളം കോട്ടയം ആശ്രമത്തിൽ എല്ലാ ദിവസവും
വചനം കേൾക്കാൻ അദ്ദേഹം വന്നുകൊണ്ടേയിരുന്നു. 4 വർഷം കഴിഞ്ഞപ്പോൾ ഈ ഡിവൈൻ ധ്യാന കേന്ദ്രം തുടങ്ങി. ഡിവൈൻ ധ്യാന കേന്ദ്രം തുടങ്ങിയപ്പോൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ട് ഞാൻ അദ്ദേഹത്തെയാണ് ഏൽപ്പിച്ചത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ഈ ബൃഹത്തായ ധ്യാന മന്ദിരത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായി ഏതാണ്ട് 10-12 വർഷക്കാലത്തോളം ഇവിടെ അദ്ദേഹം ശുശ്രൂഷ ചെയ്തു. ഈ ബൃഹത്തായ ധ്യാന മന്ദിരത്തിൻ്റെ ആദ്യത്തെ അഡ്മിനിസ്ട്രേറ്റർ ഈ ചാലക്കുടിയിലെ ഒരു കാലത്ത് ഏറ്റവും വലിയ മദ്യപാനിയായിരുന്ന ഒരു വ്യക്തിയാണ് എന്ന് നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഓരോ മനുഷ്യനെയും ദൈവം എത്രയോ വലിയ വിളി നൽകിയാണ് ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മാറ്റി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ യേശുവിനെ അറിയുന്നത് വഴി നമ്മുടെ എല്ലാ കുറവുകളോടും കൂടി നമുക്ക് നമ്മളെ തന്നെ അംഗീകരിക്കാനായിട്ട് യേശു ശക്തി തരും. നമ്മളിലുള്ള യേശു സാന്നിധ്യത്തിൻ്റെ പ്രത്യേകതയാണത്. നമ്മുടെ ബലഹീനത ഈശോയ്ക്ക് അറിയാം. അതുകൊണ്ട് നീ നിന്നെ തന്നെ ഒരിക്കലും വെറുക്കരുത്, ഉപദ്രവിക്കരുത്, വേദനിപ്പിക്കരുത്, നശിപ്പിക്കരുത്. നമ്മൾ നമ്മുടെ തെറ്റിനെ വെറുക്കണം, പക്ഷേ നമ്മൾ ഒരിക്കലും നമ്മളെ വെറുക്കരുത്. ചില ആളുകൾ പാപത്തെ അല്ല വെറുക്കുന്നത്, തന്നെ തന്നെയാണ് വെറുക്കുന്നത്. എന്നാൽ ഈശോയുടെ സ്വഭാവം അതല്ല. ഈശോ പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഈശോയുടെ സ്വഭാവം. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും നമ്മളെ വെറുക്കരുത്. ചില ആളുകളിൽ സ്വയം വെറുപ്പ് കണ്ടമാനം ശക്തി പ്രാപിക്കും. അത് വളരെ അപകടം പിടിച്ചതാണ്. ഒന്നുകൂടെ കൈ ഉയർത്തി കൈയടിച്ചേ. ഞാൻ ആ കുരിശിൽ കിടന്ന് മരിക്കേണ്ടവനായിരുന്നു. അതിന് പകരം ഇതാ യേശു ആ കുരിശിൽ കിടക്കുന്നു. അത് കാരണം ഞാൻ ഇന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്ക് പകരമായി യേശു അവിടെ കടന്നുകൊണ്ട് ഞാനിതാ എല്ലാവിധ ശിക്ഷാവിധിയിൽ നിന്നും വിടുതൽ പ്രാപിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു അറിവ് എനിക്കുണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. ക്രിസ്തുവിന്റെ കുരിശിലേക്ക് നോക്കി ബറാബാസിനെ മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ഇന്നത് പറയാൻ കഴിയും. ഇതാ നമുക്ക് പകരക്കാരനായി യേശു കുരിശിൽ കിടക്കുന്നു. കുറ്റബോധത്തിൻ്റെ ഒരു സ്വഭാവം എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മളിൽ കുറ്റബോധമുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പരാജയങ്ങൾ, തകർച്ചകൾ, കഷ്ടപ്പാടുകൾ, രോഗങ്ങൾ, ക്ലേശങ്ങൾ ഇതെല്ലാം ഒരു ശിക്ഷയാണ് എന്ന് നമുക്ക് തോന്നിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. നമുക്കൊരു രോഗമല്ല, രോഗമുണ്ട്, പക്ഷേ രോഗത്തിൻ്റെ ഒരു വിഷമത മാത്രമല്ല, ഈ രോഗം ഒരു ശിക്ഷയാണ് എന്ന് നമ്മുടെ മനസ്സിൽ തോന്നുക. കുട്ടികളില്ലാതിരിക്കുന്ന ഈ സാഹചര്യം എന്തോ ഒരു ശിക്ഷയാണ് എന്ന് മനസ്സിൽ തോന്നുക. അങ്ങനെ ഒരു തോന്നൽ നമ്മളിലേക്ക് കടന്നു വരിക. കുട്ടികളില്ലാത്ത നമ്മുടെ അവസ്ഥയ്ക്കുള്ളിലും നമ്മുടെ രോഗത്തിൻ്റെ അകത്തും പരാജയങ്ങളുടെ ഉള്ളകളിലും തകർച്ചകളുടെ ഉള്ളിലും കുറ്റബോധം പ്രവേശിച്ച് ഇതൊരു ശിക്ഷയാണ്, ശിക്ഷയാണ്, ശിക്ഷയാണ് എന്ന് നിരന്തരം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. വേറെ വാക്കിൽ പറഞ്ഞാൽ ഒരു ശിക്ഷയുടെ കീഴിൽ നമ്മൾ ഇരിക്കുന്ന അനുഭവമായിരിക്കും നമുക്ക് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുക. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, നിങ്ങൾ ഒരു ശിക്ഷയുടെ കീഴിലാണ് ഇരിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ നമ്മുടെ ജീവിതം എത്രയോ ദയനീയമായ ഒരവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് ഇന്നിതാ കർത്താവ് തരാൻ പോകുന്ന സൗഖ്യമാകട്ടെ. നമ്മൾ പാപമോചനം സ്വീകരിച്ചത് വഴി നമ്മളിപ്പോൾ ഒരു ശിക്ഷയുടെ കീഴിലല്ല, പിന്നെയോ കർത്താവിന്റെ കരുണയുടെ കീഴിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ പാപമോചനം സ്വീകരിക്കുന്നവരെയും നിങ്ങൾ ഒരു അന്ധകാരത്തിന്റെ കീഴിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇതാ നമ്മൾ ഒരു വെളിച്ചത്തിന്റെ കീഴിലാണ്. പ്രൈസ് ദി ലോർഡ്. പാപമോചനം സ്വീകരിക്കുന്നവരെയും നമ്മൾ ഏതോ ഒരു കുറ്റത്തിന്റെ കീഴിലാണ് നമ്മൾ ഇരുന്നതെങ്കിൽ ഇപ്പോൾ ഇതാ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ കീഴിലാണ് ഇരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപമോചനം സ്വീകരിക്കുന്നവരെയും നമ്മൾ ഒരു ശിക്ഷയുടെ കീഴിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതാ ദൈവത്തിന്റെ പാപക്ഷമയുടെ കീഴിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതാ നമ്മൾ ഒരു അടിമത്തത്തിന്റെ കീഴിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇതാ നമ്മൾ ഒരു സ്വാതന്ത്ര്യത്തിന്റെ കീഴിലേക്ക് വന്നിരിക്കുന്നു. ഹല്ലേലൂയ. റോമർ 8:1. ആകയാൽ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇനി ശിക്ഷാവിധിയില്ല. യേശുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇനി ശിക്ഷാവിധിയില്ല. ഇതാ നമ്മൾ ഫ്രീ ആയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിപ്പോൾ ദൈവത്തിന്റെ കരുണയുടെ, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ, ദൈവത്തിന്റെ ക്ഷമയുടെ, ദൈവത്തിന്റെ പരിപാലനയുടെ ദൈവിക വെളിച്ചത്തിന് താഴെയാണ് നമ്മൾ ഇരിക്കുന്നത്.
നമ്മുടെ തലയ്ക്ക് മുകളിൽ ഒരു ശിക്ഷയോ ഒരു ശാപമോ ഒരു ഫലമോ ഇപ്പോൾ കിടപ്പില്ല. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ പാപം ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ പാപത്തിന് ശിക്ഷയും പാപത്തിന്റെ ശാപവും പാപത്തിന്റെ ഫലവും കിടപ്പുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ഉള്ളിലെ പാപം ഈശോ ഏറ്റെടുത്തത് വഴി നമ്മുടെ തലയ്ക്ക് മുകളിൽ ഉണ്ടായിരുന്ന പാപത്തിന്റെ ശിക്ഷയും പാപത്തിന്റെ ശാപവും പാപത്തിന്റെ ഫലവും ഇതാ യേശുവിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കർത്താവിന്റെ കരുണയും സ്നേഹവും ഇതാ അനുഭവിക്കുന്നു. നമ്മളിതാ സ്വതന്ത്രരായിരിക്കുന്നു. ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. ഈ വലിയ സ്വാതന്ത്ര്യം നമ്മൾ അവകാശപ്പെടണം. വിശ്വാസപൂർവ്വം നമ്മളത് സ്വീകരിക്കണം. നന്ദി പറഞ്ഞ് നമ്മളത് സ്വീകരിക്കണം. ഇന്ന് പാപത്തെക്കുറിച്ച് അനുദപിച്ച് പാപം ഉപേക്ഷിക്കാൻ തയ്യാറായ ഓരോ വ്യക്തിയോടും സ്നേഹമുള്ള കർത്താവ് ഒരു ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. നിന്റെ പാപങ്ങൾ ഇരുമേലിൽ ഞാൻ ഓർക്കുക പോലും ഇല്ല. ഇങ്ങനെ ഒരു ഉടമ്പടി ഓരോ വ്യക്തികളുമായി ഇന്ന് കർത്താവ് ചെയ്തിരിക്കുകയാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അവിടെ നമ്മളെ പുതിയ വ്യക്തിയായി ഇന്ന് കാണുന്നു. അതുപോലെ നമ്മുടെ പാപം അവിടുന്ന് കഴുകി മാറ്റിയിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് സാധിച്ചത്? യേശു നമ്മുടെ പാപം കഴുകിയത് വെറുതെ ഒരു വാക്കുകൊണ്ടല്ല. എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് വേണ്ടി അവിടുന്ന് കനത്ത പരിഹാരം ചെയ്തു. പാപം ചെയ്തവരായ നമ്മൾ പാപത്തിന് ശിക്ഷ വഹിക്കേണ്ടവരാണ്. പക്ഷേ നമ്മളെക്കൊണ്ട് ആ ശിക്ഷ ചുമക്കുവാൻ അനുവദിക്കാതെ നമുക്ക് പകരക്കാരനായി അവിടുന്ന് ശിക്ഷ വഹിച്ചു. അങ്ങനെയാണ് യേശു നമ്മുടെ പാപം കഴുകി വിശുദ്ധീകരിച്ചത്. ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട്, യേശു ദൈവമായിരിക്കെ ഒരു വാക്ക് പറഞ്ഞാൽ പോരെ, നിന്റെ പാപം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അങ്ങനെയാണ് യേശു നമുക്ക് പാപമോചനം നൽകുന്നതെങ്കിൽ ഞാനും നിങ്ങളും ഇങ്ങനെ പറയും, കർത്താവിനെന്താ മുടക്ക്, ഒരു വാക്ക് പറഞ്ഞാൽ പോരെ എന്ന്. നമ്മൾ ആരും തന്നെ പാപത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുകയുമില്ല. എന്നാൽ നമ്മളെല്ലാവരും പാപത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കണമെന്ന്, അങ്ങനെ പാപത്തെ ഉപേക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ കർത്താവ് എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് വേണ്ടി വന്ന ശിക്ഷയുടെ വലിപ്പം എത്ര വലുതാണെന്ന് അവിടുന്ന് തന്നെ അനുഭവിച്ചുകൊണ്ട് നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. യേശുവിൻ്റെ കുരിശിലെ ഈ ബലി എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് ക്രിസ്തു കൊടുത്ത വിലയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തലയിലെ മുൾമുടിയും കൈകാലുകളിലെ ആണിപ്പഴുതും പൊട്ടിത്തകർന്ന കർത്താവിൻ്റെ ശരീരവും എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് ഗൗരവം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു. നമ്മുടെ പാപത്തിന് വേണ്ടി ക്രിസ്തുവിന് കൊടുക്കേണ്ടി വന്ന വില എത്ര വലുതാണ്. അവിടത്തേക്ക് മരിക്കേണ്ടി വന്നു. സ്വന്തം ജീവൻ മറുവിലയായി കൊടുക്കേണ്ടി വന്നു. ഈ കുരിശിലേക്ക് നോക്കിക്കൊണ്ടാണ് പാപത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ടവരെയും, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. മരണമില്ലാത്തവന് മരിക്കേണ്ടി വന്നു. ശക്തനായ ദൈവം നിസ്സഹായനായി തീർന്നു. ഒരു ദൈവം വാവിട്ട് നിലവിളിക്കുക, രക്തം ചിന്തുക. ഇതെല്ലാം നമ്മുടെ പാപം യേശു ഏറ്റെടുത്തത് മൂലം അവിടത്തേക്ക് കടന്നു പോകേണ്ടി വന്ന അനുഭവങ്ങളാണ്. അങ്ങനെ സ്വന്തം ജീവൻ മറുപടിയായി കൊടുത്തുകൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും പാപമോചനം നൽകിയത്, രക്ഷ നൽകിയത്. വേറെ വാക്കിൽ പറഞ്ഞാൽ സ്വന്തം ജീവൻ മറുപടിയായി കൊടുത്ത് പാപത്തിൻ്റെ അടിമത്തിൽ നിന്ന് യേശു നമ്മളെ വിടുവിച്ചു, മോചിപ്പിച്ചു. അതുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ യേശുവിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞത്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെയും, നിസ്സാരമായ ഒരു കാര്യമല്ല പാപമോചനം സ്വീകരിക്കുക എന്നത്. ഇതാ യേശുവിലൂടെ മാത്രം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന അനുഗ്രഹമാണിത്. ലോകത്തിൽ ഒരു ദൈവവും ആരുടെയും പാപം ഏറ്റുവാങ്ങാൻ വേണ്ടി കടന്നു വന്നിട്ടില്ല. അങ്ങനെ വന്നത് യേശു മാത്രമാണ്. പ്രിയപ്പെട്ടവരെയും, നമുക്ക് പകരക്കാരനായി പീഡ സഹിക്കുവാനും മരിക്കുവാനുമായി യേശു കടന്നു വന്നു. സ്വന്തം രക്തവും ജീവനും നൽകി നമ്മളെ വീണ്ടെടുത്തു. നമ്മൾ മരിക്കേണ്ട സ്ഥലത്ത് യേശു മരിച്ചു. നമ്മൾ ശിക്ഷ അനുഭവിക്കേണ്ട സ്ഥലത്ത് ക്രിസ്തു നമുക്ക് പകരക്കാരനായി ശിക്ഷ വഹിച്ചു. നമ്മൾ ക്രിസ്തുവിന് പകരക്കാരനായി കുരിശിൽ കിടക്കേണ്ടവരാണ്. എന്നാൽ ഇതാ നമുക്ക് പകരക്കാരനായി യേശു കുരിശിൽ കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ഒലിവ് മലയിലെ പ്രാർത്ഥന കഴിഞ്ഞ് താഴോട്ട് യേശു ഇറങ്ങി വരുമ്പോൾ
വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ ഫരിസയ പ്രമാണികളും യഹൂദ പുരോഹിതന്മാരും കൂടി യേശുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അവർ ചോദിച്ചു, മോശയുടെ നിയമം അനുസരിച്ച് ഇവളെ കല്ലെറിഞ്ഞു കൊല്ലേണ്ടതാണ്, ഇവളെ വ്യഭിചാരത്തിൽ പിടിച്ചതാണ്, നീ എന്ത് പറയുന്നു? ക്രിസ്തുവിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ചോദ്യം ചോദിച്ചത്. യേശു അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ കല്ലെറിയട്ടെ എന്ന്. ക്രിസ്തുവിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയാൻ കാരണം, കല്ലെറിഞ്ഞ് കൊല്ലണ്ട എന്ന് യേശു പറഞ്ഞാൽ ക്രിസ്തു മോശയുടെ നിയമത്തിനെതിരാണ് എന്ന് പറയും. കല്ലെറിഞ്ഞ് കൊല്ലാൻ പറഞ്ഞാൽ ക്രിസ്തു കരുണയില്ലാത്തവനാണെന്ന് പറയും. അങ്ങനെ യേശുവിനെ കുടുക്കിലാക്കാൻ വേണ്ടി അവർ ആ ചോദ്യം വിട്ടു. പക്ഷേ യേശു പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ കല്ലെറിയട്ടെ. ഇത് പറഞ്ഞ ഉടനെ തന്നെ കല്ലുമായി നിന്നിരുന്ന ഫരിസയ പ്രമാണികൾ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കി. പാപത്തിന്റെ ഒരു കൂമ്പാരം അവർ കണ്ടു. കല്ല് താഴെ ഇട്ടിട്ട് അവർ ഓടിപ്പോയി. പാപിനിയായ സ്ത്രീ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കി. പാപത്തിന്റെ ഒരു കൂമ്പാരം അവൾ കണ്ടു. അടുത്ത സെക്കൻഡിൽ അവൾ യേശുവിനെ നേരെ നോക്കി. പാപമോചകനെ അവൾ കണ്ടെത്തി. അവൾ യേശുവിന്റെ കാൽപാദത്തിൽ വീണു, പൊട്ടിക്കരഞ്ഞു. ക്രിസ്തു അവൾക്ക് പാപമോചനം നൽകി. തുടർന്ന് യേശു അവളോട് പറഞ്ഞു, ഞാനും നിന്നെ കല്ലെറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു പറഞ്ഞ ഈ വചനത്തിന്റെ അർത്ഥം എന്താണ്? ഈ അർത്ഥം മനസ്സിലാകണമെങ്കിൽ ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ നടന്ന സംഭവം തിരിച്ചറിയണം. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഒരു മലയിലെ പ്രാർത്ഥന കഴിഞ്ഞ് യേശു താഴോട്ട് ഇറങ്ങി വരുമ്പോൾ റോമൻ പടയാളികളും യഹൂദ പുരോഹിതന്മാരും കൂടി യേശുവിനെ പിടിച്ചു. അവിടെ നിന്ന് യേശുവിൻ്റെ പീഡാനുഭവ ചരിത്രം ആരംഭിക്കുകയാണ്. അറിഞ്ഞുകൊള്ളുക, ക്രിസ്തുവിന്റെ പീഡാനുഭവ ചരിത്രം ആരംഭിച്ചത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ, എവിടെ വെച്ചാണോ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യേശു മോചിപ്പിച്ചത്, അവിടെ നിന്നാണ് മാസങ്ങൾക്ക് ശേഷം ക്രിസ്തുവിന്റെ പീഡാനുഭവ ചരിത്രം ആരംഭിക്കുന്നത്. ഇതിന് വലിയ പ്രസക്തിയുണ്ട്. സത്യത്തിൽ ആ സ്ത്രീ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടവളാണ്. അന്ന് യേശു പറഞ്ഞു, ഞാനും നിന്നെ കല്ലെറിയുന്നില്ല. കാരണം ഞാൻ കല്ലെറിയാൻ വേണ്ടി വന്നവനല്ല, നിനക്ക് പകരമായി മരിക്കുവാൻ വന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ഓരോ മനുഷ്യവ്യക്തിയോടും ക്രിസ്തു പറയുന്നതാണ്, ഞാൻ നിന്നെ ശിക്ഷിക്കാൻ വന്നവനല്ല, നിനക്ക് പകരമായി ശിക്ഷ ഏൽക്കാൻ വേണ്ടി വന്നവനാണ്, നിനക്ക് പകരമായി മരിക്കാൻ വന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജോബ് തന്റെ അനിഷ്ടതയിൽ ജോബ് നോക്കുമ്പോൾ അഴുകിയ ശരീരം, മക്കളെല്ലാം മരിച്ചുപോയി, സമ്പത്ത് മുഴുവൻ പോയി, ശരീരം കുഷ്ഠരോഗം കൊണ്ട് നിറഞ്ഞു. ഈ അവസരത്തിൽ ദൈവം അടുത്ത് നിൽക്കുന്നതായിട്ട് ആർക്കെങ്കിലും തോന്നുമോ? പ്രയാസങ്ങളിലും വിഷമതകളിലും മനുഷ്യൻ ദൈവത്തെ കാണുന്നത് ദൂരെയാണ്. ദൈവം എനിക്കെതിരാണ്, ഓ ദൈവം ഇവിടെയൊന്നും ഇല്ല, ദൈവം എനിക്കെതിരാണ്, ഇതായിരിക്കും നമുക്ക് തോന്നുക. കാരണം ഞാൻ ദുരിതങ്ങളിലൂടെ കടന്നു പോവുകയാണ്, അതുകൊണ്ട് ദൈവം ഒരിക്കലും എൻ്റെ അടുത്തുണ്ടാകില്ല. ഈ കഷ്ടപ്പാട് ക്ലേശങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ മനുഷ്യൻ വിചാരിക്കും ദൈവം തള്ളിക്കളഞ്ഞുകൊണ്ടാണ്. പക്ഷെ ബൈബിൾ പറയുന്നു, ഇതാ യേശു ലാസറിനെ സഹിച്ചിട്ടും ലാസറിന് രോഗം വന്നു. നമ്മൾ അറിഞ്ഞിരിക്കുക, പൗലോസും സീലാസും ഇതാ ദൈവവചനത്തെ അനുസരിച്ചുകൊണ്ട്, ദൈവത്തിന്റെ തിരുവിഷ്ടം അനുസരിച്ചുകൊണ്ടാണ് അവർ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത്. പക്ഷേ ഒരു ഘട്ടം വന്നപ്പോൾ അവർ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലായി. ലാസറിന്റെ കുഴിമാടത്ത് നിന്നുകൊണ്ട് യേശു വിളിച്ചു പറഞ്ഞു, ലാസറെ പുറത്തു വരിക, മരിച്ച ലാസർ ഉയർത്തെഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ എനിക്ക് വിശ്വാസം തരണമേ. സഹോദരങ്ങളെ, ഒരു കാര്യം അറിഞ്ഞിരിക്കുക, ഇതാ നമ്മൾ മരണത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം, മരണത്തിനറ്റത്ത്, മരണം ഒരു അവസാനമല്ല, മരണത്തിന്റെ അറ്റത്ത് യേശു നിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാ നീ നിരാശയിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്, പക്ഷെ നീ നോക്കിക്കേ, നിരാശയുടെ അറ്റത്ത് യേശു ക്രിസ്തു വിജയശ്രീലാലായി എഴുന്നേറ്റ് നിൽക്കുന്നത് നിനക്ക് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ദുഃഖം ഒരു അന്ത്യമല്ല, പിന്നെയോ ദുഃഖത്തിന് അറ്റത്ത് ഇതാ യേശു നിപ്പുണ്ട്. ഹല്ലേലൂയ. പരാജയം ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല, പിന്നെയോ അതിനറ്റത്ത് വിജയശ്രീലാളിതനായ യേശു ക്രിസ്തു നിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസി മരണത്തിനപ്പുറത്ത് യേശു ക്രിസ്തുവിനെ കാണും, നിരാശയുടെ അറ്റത്ത് യേശു ക്രിസ്തുവിനെ കാണും, ദുഃഖത്തിന്റെ അറ്റത്ത് യേശു ക്രിസ്തുവിനെ കാണും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആരാണ് എന്നൊരു കാഴ്ചപ്പാട് നാം യേശുവിന് മുമ്പിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കുക, നമ്മൾ മറ്റുള്ളവർ നമ്മളെ കാണുന്നതല്ല, മറ്റുള്ളവർ നമ്മളെ എങ്ങനെ വിളിക്കുന്നു അതുമല്ല നമ്മൾ. പിന്നെയോ നമ്മൾ യേശുവിലൂടെ നമ്മൾ ആരായി തീർന്നിരിക്കുന്നു, അതാണ് നമ്മൾ. ക്രിസ്തുവാണ് നമ്മൾ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ മുമ്പിൽ അവർ കരുതിയിരിക്കുന്നതല്ല നമ്മൾ. അവർ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരു മൂലം മാത്രമേ കാണുകയുള്ളൂ. ഒരു പക്ഷേ നിന്നെ എല്ലാവരും ഒരു അധ്യാപകനായിട്ട് കാണുന്നു, പക്ഷേ അധ്യാപക വൃത്തി എന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിൻ്റെ ഒരു ചെറിയ വശം മാത്രമേ ആകുന്നുള്ളൂ. കുറേ കഴിയുമ്പോൾ ജോലി പോയെന്നും വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കുക,
നമ്മുടെ ചുറ്റുമുള്ള ലോകം നമ്മളെ കാണുന്നതല്ല. നമ്മൾ ആരാണ് എന്ന് നാം ക്രിസ്തുവിന് മുമ്പിലേക്ക് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സഹോദരങ്ങളെ, നമ്മൾ ഈ ലോകത്തിലേക്ക് ജനിച്ചു കഴിയുമ്പോൾ നമ്മൾ ആരാണെന്ന് നമ്മുടെ ചുറ്റുമുള്ള ലോകം നമ്മളെ അവരുടെ കാഴ്ചപ്പാടിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. നമ്മുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും ബന്ധുക്കളുടെയും പ്രിയപ്പെട്ടവരെല്ലാം ഇടപെടലിലൂടെ നമ്മുടെ ഉള്ളിൽ പതിയുന്ന നമ്മളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. ഈ കാഴ്ചപ്പാടാണ് നമ്മൾ ഇപ്പോഴും സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, നമ്മൾ ഇത്രയും നാൾ ജീവിച്ചുവെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് ഒട്ടേറെ പേര് കടന്നു വന്നിട്ടുണ്ടെങ്കിലും അവരാരും നീ ആരാണ് എന്ന് ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ല. എത്രയോ വർഷങ്ങൾ ഭാര്യയും ഭർത്താവുമായി ജീവിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഒരു കാര്യം നിനക്ക് മനസ്സിലായിട്ടുണ്ട്. ഭാര്യ പറയും, ഇപ്പോഴും നിങ്ങൾ എന്നെ മനസ്സിലാക്കിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഭർത്താവ് പറയും, ഇപ്പോഴും നീ എന്നെ മനസ്സിലാക്കിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിന് നമ്മളെക്കുറിച്ച് എന്തറിയാം? ആട്ടെ, നമുക്ക് പോലും നമ്മളെക്കുറിച്ച് എന്തറിയാം? നീ വിചാരിക്കുന്നതാണോ നീ? അല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു മേഖലയുണ്ടല്ലോ, ആ മേഖലയിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കണം. അത് ഇളകിപ്പോകുന്ന ഒരു അടിത്തറയാണ്. നീ അവിടെ ജീവിതം പണിയരുത്. നീ ആരാണെന്ന് നിന്നോട് പറഞ്ഞു തരുന്നത് സ്നേഹമുള്ള നമ്മുടെ യേശുനാഥനാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഈ നേട്ടങ്ങളുടെയും കോട്ടങ്ങളുടെയും ഒരു അടിസ്ഥാനത്തിൽ നാം നമ്മുടെ ജീവിതത്തെ കാണരുത്. നമ്മൾ അതിന് അതീതരാണ്. നമ്മുടെ ചെറുപ്പകാലം മുതൽ തന്നെ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ മാതാക്കന്മാരെല്ലാം പറഞ്ഞു, നീ മിടുക്കലാണ്. അവർ ഇതിനെ പുകഴ്ത്തിയിട്ടുണ്ട്. നല്ല മാർക്കൊക്കെ വാങ്ങിച്ചിട്ട് വന്നപ്പോൾ മാതാക്കന്മാർ പറഞ്ഞു, എൻ്റെ മോൻ മിടുക്കലാണ്. പൂജ്യം വാങ്ങിച്ചിട്ട് വന്നപ്പോൾ പറയാത്ത ചീത്തയൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. വീട്ടിലെ ജോലിയെല്ലാം നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ മാതാക്കന്മാർ പറഞ്ഞു, അയ്യോ എൻ്റെ മോള് നല്ല മിടുക്കിയാണ് എന്ന്. 2 ദിവസം ചുമ്മാ നടന്നു കഴിഞ്ഞപ്പോൾ പറയാത്ത ചീത്തയൊന്നുമില്ല. നിനക്കെന്ത് തോന്നുന്നു? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി, നമ്മുടെ ചുറ്റുമുള്ള ലോകം എപ്പോഴും നമ്മൾ എന്ത് നേട്ടമുണ്ടാക്കി എന്നതാണ് വിലയിരുത്തുക. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്ത് നേട്ടമുണ്ടാക്കി അതാണ് അവർ വിലയിരുത്തുക. നീ എന്ത് നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്, അതനുസരിച്ചാണ് ചുറ്റുമുള്ള ലോകം എന്നെ കാണുന്നത്. പക്ഷേ അറിഞ്ഞിരിക്കുക, നമ്മളുണ്ടാക്കിയ നേട്ടങ്ങൾ അതാണോ നമ്മൾ? സഹോദരങ്ങളെ, അറിഞ്ഞിരിക്കുക, നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചതിന് ശേഷം നമ്മളുണ്ടാക്കിയ കുറേ നേട്ടങ്ങളാണ്, അതാണ് നമ്മുടെ ജീവിതം, അതാണ് നമ്മളെന്ന് കരുതി വെച്ച് കഴിഞ്ഞാൽ നമ്മളാണ് നമുക്ക് വില ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ബൈബിൾ വളരെ വ്യക്തമായി പറയുകയാണ്, നീ അമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിച്ചു. അമ്മയുടെ ഉദരത്തിൽ രൂപം കൊണ്ടപ്പെടല്ലേ നമുക്ക് ശരീരം ഉണ്ടായത്? ശരീരം ഉണ്ടായപ്പെടല്ലേ കഴിവുണ്ടായത്? കഴിവുണ്ടായപ്പെടല്ലേ നമുക്ക് നേട്ടങ്ങളുണ്ടായത്? എന്നാൽ ബൈബിൾ പറയുകയാണ്, നീ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നുമില്ലായിരുന്ന കാലഘട്ടത്തിൽ പോലും നമ്മൾ നമ്മുടെ ദൈവത്തിന് വിലയുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നമ്മുടെ വില എന്ന് പറയുന്നത് നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ച് നമ്മൾ ഉണ്ടാക്കിയ വിലയല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്നെ വിലയുള്ളവനായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. ഈ അടിസ്ഥാനപരമായ കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. നമ്മൾ വിലയുള്ളവരായിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ജന്മത്തിൽ തന്നെ നീ വിലയുള്ളവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കാഴ്ചപ്പാട് ഇതാണ്. ജന്മത്തിൽ തന്നെ നീ വിലയുള്ളവരാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ച് നമ്മളുണ്ടാക്കിയ കുറേ നേട്ടങ്ങൾ, ആ നേട്ടങ്ങളുടെ വിലയല്ല നമ്മുടേത്. ആ നേട്ടങ്ങളെല്ലാം കുറേ കഴിയുമ്പോൾ തെറിച്ചു പോകും. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കുക, ലോകത്തിന് എടുത്തു മാറ്റാൻ കഴിയാത്ത കാര്യം ഇതാണ്, നീ ജന്മത്തിൽ തന്നെ വിലയുള്ളവനാണ്, പ്രധാനപ്പെട്ട വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് അങ്ങനെയാണ് നമ്മളെ കാണുന്നത്. പ്രിയപ്പെട്ടവരെയും, ഈ ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് ഇവിടുത്തെ മണ്ണിൻ്റെ വില അറിയാം, സ്വർണത്തിന് വില അറിയാം, തുണിത്തരങ്ങളുടെ വില അറിയാം, സാധനങ്ങളുടെ വില അറിയാം, ജോലിയുടെ മഹത്വം അതിന് വിലയും നമുക്കറിയാം, സ്ഥാനമാനങ്ങളെക്കുറിച്ച് നമുക്കറിയാം, അവയുടെ എല്ലാം വില നമുക്കറിയാം. പക്ഷേ നിനക്ക് നിന്റെ വില അറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ലോകത്തിലുള്ള എല്ലാത്തിനേക്കാൾ കൂടുതൽ വിലയുള്ളവനാണ് നീ. നീ മണ്ണിനേക്കാൾ വിലയുള്ളവനാണ്, നീ സ്വർണ്ണത്തേക്കാൾ വിലയുള്ളവനാണ്, നീ നിന്റെ ജോലിയേക്കാൾ വിലയുള്ളവനാണ്. നീ ദൈവത്തിന് മുമ്പിൽ നിന്റെ ജോലിയല്ല പ്രധാനപ്പെട്ടത്, നീയാണ് വില പ്രധാനപ്പെട്ടത്. ഈ ലോകത്തിൽ എത്രയോ പേര് അല്പം മണ്ണ് നഷ്ടപ്പെട്ടു, ഭൂമി നഷ്ടപ്പെട്ടതിന് പേര് ആത്മഹത്യ ചെയ്യാൻ പോകുന്നു, വീട് നഷ്ടപ്പെട്ടു നമ്മൾ ജാകാൻ പോകുന്ന ആളുകളില്ലേ? കാരണം നമ്മൾ ഈ ലോകത്തിൽ വില കൽപ്പിക്കുന്നത്
നമുക്കല്ല, ഇങ്ങനെയുള്ളതിനെ വില കൽപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ തല ഈ ലോകത്തിലുള്ള പലതിൻ്റെയും വില നമുക്ക് മനസ്സിലാക്കി തരുന്നു. പക്ഷേ ദൈവം നമുക്ക് മനസ്സിലാക്കി തരുന്നത് നമ്മുടെ വിലയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു കാര്യം പറയട്ടെ, നീ നിന്നേക്കാൾ കൂടുതൽ വില സമ്പത്തിന് കൊടുത്താൽ നിന്റെ ജീവിതത്തിൻ്റെ ബാലൻസ് തെറ്റും. നീ നിന്നേക്കാൾ കൂടുതൽ വില ഈ ലോകത്തെ ഏത് സ്ഥാനമാനങ്ങൾക്ക് കൊടുത്താൽ നിന്റെ ജീവിതത്തിൻ്റെ ബാലൻസ് തെറ്റും. നീ നിന്നേക്കാൾ കൂടുതൽ വില സൗന്ദര്യത്തിനോ ആരോഗ്യത്തിനോ മറ്റെന്തെങ്കിലും കാര്യത്തിന് കൊടുത്താൽ നിന്റെ ജീവിതത്തിൻ്റെ ബാലൻസ് തെറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ വ്യക്തിയും വിലയുള്ളവരാണ്. ബൈബിളിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏതാണ്? ദൈവം നമ്മോട് കൂടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബൈബിളിലെ ദൈവം, ത്രിയേക ദൈവം, ഇതാ ആവർത്തിച്ച് പറയുന്ന വാചകം ഇതാണ്. പഴയ നിയമത്തിൽ പിതാവായ ദൈവം പറയുന്നത് എന്താണ്? ഇതാ ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്നോട് കൂടിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുതിയ നിയമത്തിലേക്ക് കടന്നുമ്പോൾ പുത്രനായ ദൈവം പറയുന്നത് എന്താണ്? എൻ്റെ പേര് ഇമ്മാനുവേൽ എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം നമ്മോട് കൂടെ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവായ ദൈവം എന്താ പറയുന്നത്? നിത്യവും നിന്റെ കൂടെ ഇരിക്കുന്നവനാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരേ ഒരു കാര്യം തന്നെ പറയുന്നു: ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ കൂടെയുണ്ട്. തന്നെത്തന്നെ നൽകുന്ന ഒരേ ഒരു ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നോക്കാം. സഹോദരങ്ങളെയും, ദൈവം ആദത്തെയും ഹവ്വയെയും സൃഷ്ടിച്ചു. മനോഹരമായ പർദീസായിൽ അവരെ ആക്കി. സ്നേഹത്തിൻ്റെ ഒരു ജീവിതം അവരവിടെ നയിക്കുകയാണ്. ദൈവം എപ്പോഴും അവരെ കൂടെയുണ്ട്. ഈ ദൈവം ഈ ദമ്പതിമാർക്ക് ഒരു പ്രബോധനം നൽകി, ഒരു പ്രമാണം നൽകി: ഇന്ന മരത്തിലെ പഴം നീ തിന്നരുത്. ബൈബിളിൽ നമ്മൾ വായിക്കുന്നു, അവർ ആ തെറ്റ് ചെയ്യുകയാണ്. ദൈവം നൽകിയ പ്രമാണം അവർ ലംഘിച്ചു. അങ്ങനെ ആദ്യമായി പാപം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? ശ്രദ്ധിക്കുക. പാപം ചെയ്ത ആദത്തിനും ഹവ്വയ്ക്കും എന്താ സംഭവിച്ചത്? ഒന്ന്, അവർക്ക് അവരോട് തന്നെ ലജ്ജ തോന്നി. അതുവരെയും അവർക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല. പാപം ചെയ്യുന്നതിന് മുമ്പും അവർ നഗ്നരായിരുന്നു. പക്ഷേ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്ക് അവരുടെ നഗ്നതയെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് ലജ്ജയുണ്ടായി. അവരെ തന്നെ വെറുക്കാൻ തുടങ്ങി. അവർക്ക് ലജ്ജ അനുഭവപ്പെട്ടു. തന്നോട് തന്നെയുള്ള വെറുപ്പ്, തന്നെ തന്നെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. രണ്ട്, പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായ മറ്റൊരു കാര്യം ഭയമാണ്. ഏത് തെറ്റും മനുഷ്യൻ്റെ ഉള്ളിൽ ശിക്ഷാഭയം ഉണ്ടാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭയമുണ്ടായി. പാപത്തിന് രണ്ട് വലിയ ഫലങ്ങൾ: ഒന്ന് ലജ്ജ, രണ്ട് ഭയം. ഇത് രണ്ടും കൈകാര്യം ചെയ്യാൻ അവർ ശ്രമിച്ചു. ലജ്ജ കൈകാര്യം ചെയ്യാൻ വേണ്ടി അവർ ഇല കൊണ്ട് വസ്ത്രമുണ്ടാക്കി തുന്നി കൊടുത്തു. ഭയം കൈകാര്യം ചെയ്യാൻ വേണ്ടി അവർ മരത്തിന് ചൂടി പോയി ഒളിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവർ പാപം ചെയ്തു. പാപത്തിൻ്റെ ഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടി അവർ തന്നെ അവരുടേതായ ചില മെത്തേഡുകളെല്ലാം ചെയ്തു. ഇല കൊണ്ട് വസ്ത്രമുണ്ടാക്കി, കൂടാതെ അവർ മരത്തിന് ചൂടിൽ പോയി ഒളിച്ചിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഇല വാടിപ്പോയി, കൊടുത്തത് കൊടുക്കാത്ത ഒരുപോലെയായി. വേറെ എന്താ സംഭവിച്ചത്? മരത്തിന് ചൂടിൽ പോയി ഒളിച്ചിരുന്നു. ദൈവം കടന്നു വന്നു: ആദം, നീ എവിടെയാണ്? ആദം പറഞ്ഞു: ഇതാ ഞാൻ നഗ്നനായതുകൊണ്ട് ഭയം ഒളിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൺമുമ്പിൽ നിന്ന് ആർക്കെങ്കിലും മറഞ്ഞിരിക്കാൻ പറ്റുമോ? നീ മറഞ്ഞിരിക്കുന്നു എന്ന് നീ ചിന്തിച്ചാൽ പോലും ദൈവത്തിന് മുമ്പിൽ നിന്ന് ആർക്കും മറഞ്ഞിരിക്കാൻ പറ്റും? നീ ദൈവത്തിന് മുമ്പിൽ തുറന്ന ഒരു പുസ്തകമാണ്. നിനക്ക് എവിടെ പോയി ഒളിക്കാൻ കഴിയും? നമ്മൾ ഒളിച്ചിരിക്കുന്നു എന്ന് വിചാരിച്ചതുകൊണ്ട് അത് ഒളിക്കലാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപം മൂലം അവരുടെ ജീവിതത്തിലുണ്ടായ ലജ്ജയും ഭയവും അവർ കൈകാര്യം ചെയ്യാൻ നോക്കി, സാധിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു കാര്യം അവിടെ സംഭവിച്ചു. ആദ്യമായി ഇതാ ആദം തൻ്റെ ഭാര്യയായ ഹവ്വയെ കുറ്റപ്പെടുത്തുകയാണ്. അവരുടെ ബന്ധങ്ങൾ തകർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദത്തിന് ഹവ്വയെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ആദത്തിന് ഹവ്വയുടെ തെറ്റ് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അവർ തമ്മിൽ അകലുകയാണ്. പ്രിയപ്പെട്ടവരെയും, ബന്ധ തകർച്ചയുണ്ടായി. തന്നോട് തന്നെയുള്ള വെറുപ്പ് അത് ലജ്ജയായും, ദൈവത്തിൽ നിന്നുള്ള അകൽച്ച ഭയമായും, ശിക്ഷാഭയമായും, ജീവിത പങ്കാളിയോടുള്ള അകൽച്ച അവളെ കുറ്റപ്പെടുത്തുന്ന അവസ്ഥയായും മാറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാപത്തിൻ്റെ 3 ഫലങ്ങൾ പാപമുണ്ടാക്കിയ കാര്യമാണിത്. പ്രൈസ് ദി ലോർഡ്. ഈ അവസ്ഥാവിശേഷത്തിൽ പ്രിയപ്പെട്ടവരെയും, ജീവിതത്തിൽ തെറ്റുണ്ടായി എന്നുള്ളത് ശരിയാണ്. പക്ഷേ പ്രശ്നം അതല്ല. അവർ സ്വന്തം ശക്തി കൊണ്ട് പാപം കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ തെറ്റുകളും കുറ്റങ്ങളും
സംഭവിച്ചു പോയോ, നമുക്കിനി അവിടെ ഒന്നും ചെയ്യാനില്ല. നിന്റെ കഴിഞ്ഞ കാലത്തിൽ നിനക്കൊന്നും ചെയ്യാനില്ല. എന്നേക്കുമായി നിന്റെ കഴിഞ്ഞ കാലത്തിൽ നിന്ന് കൈവിട്ടു പോയി. നിന്റെ ഇന്നലകളിൽ നിനക്കിനി ഒന്നും ചെയ്യാനില്ല. നിന്റെ പാസ്റ്റിൽ നിനക്കിനി ഒന്നും ചെയ്യാനില്ല. നിന്റെ ഭൂതകാലത്തിൽ നിനക്കിനി ഒന്നും ചെയ്യാനില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദം ഭൂതകാലത്തെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു. ഹവ്വ ഭൂതകാലത്തെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അത് പരാജയമായി മാറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിന് മുമ്പിൽ വലിയൊരു സത്യം വിശുദ്ധ ഗ്രന്ഥം ഉയർത്തിപ്പിടിക്കുകയാണ്. നിന്റെ കഴിഞ്ഞ കാലത്തിൽ നിനക്ക് എന്തെല്ലാം സംഭവിച്ചാലും ശരി, നിനക്കൊരിക്കലും അത് കൈകാര്യം ചെയ്യാൻ സാധ്യമല്ല. കഴിഞ്ഞ കാലം എന്നേക്കുമായി നിന്റെ കയ്യിൽ നിന്ന് കൈവിട്ടുപോയി. ഒന്നുകൂടി ലളിതമായ ഭാഷയെ ഞാൻ പറയട്ടെ, നിന്റെ പാപം നിനക്കൊരിക്കലും കൈകാര്യം ചെയ്യാൻ പറ്റുകയില്ല. നിന്റെ കയ്യിൽ നിന്ന് തെറ്റുകൾ സംഭവിച്ചോ, നിനക്കിനി ഒരിക്കലും അതൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റുകയില്ല. അത് കൈകാര്യം ചെയ്യാൻ ഒരേ ഒരു വ്യക്തിക്കേ കഴിയൂ, അത് ദൈവത്തിന് മാത്രമേ കഴിയൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മാത്രമേ നമ്മുടെ പാപത്തെ കൈകാര്യം ചെയ്യാൻ കഴിയൂ. ദൈവത്തിന് മാത്രമേ നമ്മുടെ പാപത്തിൽ ഇടപെട്ട് അത് കൈകാര്യം ചെയ്യാൻ കഴിയൂ. നാം എളിമയോടുകൂടി ദൈവസന്നിധിയിലേക്ക് വരിക. പ്രിയപ്പെട്ടവരെയും, മനുഷ്യന്റെ പാപം മറയ്ക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. പിതാവായ ദൈവം മാനവരാശിയുടെ മുഴുവൻ പാപത്തെയും മറയ്ക്കുവാൻ വേണ്ടി തന്റെ ഓമനപുത്രനായ യേശുക്രിസ്തുവിനെ, യേശു എന്ന കുഞ്ഞാടിനെ കാൽവരി കുരിശിൽ കൊല്ലുവാൻ അനുവദിക്കുകയും അവരുടെ രക്തം കൊണ്ട് ഇതാ മാനവരാശിയെ മുഴുവനും പൊതിയുകയും ചെയ്തു. യേശുവിനെ നേരെ നോക്കിക്കൊണ്ട് സ്നാപക യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിലെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപം മറയ്ക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, നമ്മുടെ കഴിഞ്ഞ കാലം നമ്മുടെ ഇന്നത്തെ ജീവിതത്തെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്നാണ് നാളെ നിശ്ചയിക്കുന്നത്. ലോകത്തുള്ള എല്ലാ മനുഷ്യരും പറയും, ഇന്ന് ഞാൻ ഇങ്ങനെയൊക്കെ നിൽക്കാൻ കാരണം എൻ്റെ കഴിഞ്ഞ കാലമാണ്, എൻ്റെ കഴിഞ്ഞ കാലമാണ് എൻ്റെ ഇന്നിനെ നിശ്ചയിക്കുന്നത്. ഒട്ടേറെ ആളുകൾ പറയുന്ന ഒരു വാചകമാണിത്. എൻ്റെ കർമ്മഫലമാണ് ഞാൻ ഇന്നലകളിൽ എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം അബദ്ധങ്ങൾ കാണിച്ചു, എന്തെല്ലാം പൊട്ടത്തരങ്ങൾ എനിക്ക് സംഭവിച്ചു, ഇന്ന് ഞാനത് അനുഭവിക്കുകയാണ്. ഇന്നലകളിൽ ഞാൻ എടുത്ത വിഡ്ഢിത്തരങ്ങൾ, അതിൻ്റെ ഫലം ഇന്ന് ഞാൻ അനുഭവിക്കുകയാണ്. ഇന്ന് നീ എന്താ ഇങ്ങനെ ആയിത്തീരുന്നത്? ഇന്നലകളിലെ നിന്റെ കർമ്മഫലമാണ് ഇന്ന് നീ അനുഭവിക്കുന്നത്. ലോകത്തിലുള്ള എല്ലാ തത്വസംഹിതയും ഇത് മനുഷ്യരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ നിന്റെ കർമ്മഫലത്തിന്റെ ഭാഗമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ കർമ്മഫലം ഇതാ നിന്നെ നിഴൽ പോലെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ നിനക്ക് എന്തെല്ലാം സംഭവിച്ചാലും ശരി, നീ ഉടനടി തന്നെ നിന്റെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. എന്നിട്ട് നീ തന്നെ ചിന്തിക്കുന്നു, എൻ്റെ ഇന്നലകളിൽ വന്ന അബദ്ധങ്ങളും പൊട്ടത്തരങ്ങളും ഇതാ ഒരു വടിയാക്കി ദൈവം എടുത്ത് എന്നെ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ കർമ്മഫലം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, ഇന്ന് മനുഷ്യൻ ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ, ആർക്ക് എന്നെ ഈ കർമ്മഫലത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയും? ഇതാ നിന്റെ കർമ്മഫലം നിന്നെ ഇന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ കഴിഞ്ഞ കാലം നിന്നെ ഇതാ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ആർക്ക് എന്നെ ഈ കർമ്മഫലത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയും? നമ്മളൊരു 5 മിനിറ്റ് നേരെ ശാന്തമായിട്ടിരുന്നാൽ പോലും നിന്റെ ഇന്നലകളിലെ എത്രയോ സംഭവങ്ങൾ ഇന്ന് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നേ നിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നിനക്ക് എന്തുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ പറ്റാത്തത്? നിന്റെ ഇന്നലകൾ നിന്നെ പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നു. ആയിരം കയറുകൊണ്ട് നിന്റെ കഴിഞ്ഞ കാലം മുഴുവനും നിന്നെ പുറകോട്ട് വലിക്കുക. അതുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രോബ്ലം നമ്മുടെ കഴിഞ്ഞ കാലമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളൊരു കാര്യം അറിഞ്ഞിരിക്കുക, നമ്മുടെ കഴിഞ്ഞ കാലത്തെ മുഴുവനും കൈകാര്യം ചെയ്യുന്ന ചരിത്രത്തിലെ ഒരേ ഒരു ദൈവമേ ഉള്ളൂ, അത് കർത്താവായ യേശുവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ ബലിയെ നിന്റെ ഇന്നലകളെ മുഴുവനും കൈകാര്യം ചെയ്യുന്നു, നിന്റെ ഇന്നലകളെ സുഖപ്പെടുത്തുന്നു. നമ്മളിത് അറിഞ്ഞിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ ചിന്തിയ രക്തവും അവന്റെ മുറിവേറ്റ ശരീരവും നിന്റെ ഇന്നലകളെ മുഴുവനും പൊതിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 5:17 നമ്മൾ വായിക്കുന്നു, യേശു ക്രിസ്തുവിലായിരിക്കുന്നവർ ഒരു പുതിയ സൃഷ്ടിയാണ്. നീ ഇന്നലകളുടെ അടിമയല്ല. യേശു എന്ന കുഞ്ഞാടിനെ ധരിക്കുന്നവർ ഒരു പുതിയ വ്യക്തിയാണ്. നീ നിന്റെ കഴിഞ്ഞ കാലമല്ല. അവന്റെ രക്തവും അവന്റെ മുറിവേറ്റ ശരീരവും നിന്നെ ഒരു പുത്തൻ വ്യക്തിയാക്കി തീർക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒട്ടേറെ പേര് സ്വയാനുകമ്പയുടെ ബന്ധത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓരോ വ്യക്തി നമ്മൾ ഒന്ന് അടുത്ത് സംസാരിച്ചു നോക്കൂ. ഞാൻ അനുഭവിച്ച ക്ലേശങ്ങൾ, ഞാൻ അനുഭവിച്ച ദുരിതങ്ങൾ, ഞാൻ കടത്തിവിട്ട ദിനരാത്രങ്ങൾ, ഏതെല്ലാം വിധത്തിലുള്ള ക്ലേശങ്ങൾ, ഒരു നല്ല വാക്ക് പോലും പറയാൻ ആരുമില്ല, ഒന്ന് ആശ്വസിപ്പിക്കാൻ ആരുമില്ല, എത്രയോ തെറ്റിദ്ധാരണകൾ, എത്രയോ വേദനാജനകമായ നിമിഷങ്ങൾ, ഇതൊക്കെ ഞാൻ സഹിച്ചു എന്നെല്ലാം ഒരു വ്യക്തി തന്നോട് തന്നെ പറയുമ്പോൾ എന്നെ ആരും മനസ്സിലാക്കിയില്ല, ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു എന്നെല്ലാം നീ നിന്നോട് തന്നെ പറയുമ്പോൾ നീ നിന്നോട് തന്നെ സഹതാപം വയ്ക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്ന് വരെയുള്ള ജീവിതത്തെ മുഴുവനും ഇതാ അത് മറയ്ക്കുവാൻ പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശുവിൻ്റെ ബലി നമുക്ക് തന്നിരിക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞ കാലത്തെ മുഴുവനും മറയ്ക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ബലിയാണ്. അതുകൊണ്ട് നിന്റെ കഴിഞ്ഞ കാലങ്ങൾക്ക് ഒരിക്കലും നിന്നെ ഇനി കുത്തി പീഡിപ്പിക്കാൻ പറ്റുകയില്ല. നിന്നെ ഒരു സഹതാപത്തിന് ചങ്ങലയ്ക്കകത്ത് പൂട്ടിയിടാൻ പറ്റുകയില്ല. നമ്മുടെ ഉള്ളിൽ സമാധാനത്തിലേക്ക് വരണമോ വേണ്ടയോ എന്ന് നിശ്ചയിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നീ സമാധാനമുള്ളവരായി തീരുക, അത് നിശ്ചയിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. പ്രിയപ്പെട്ടവരെയും,
കുടുംബ സമാധാനം എന്ന് പറയുന്നത് കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾ സഹകരിച്ചാലേ കുടുംബ സമാധാനം ഉണ്ടാകുകയുള്ളൂ. നിന്റെ സമാധാനം എന്ന് പറയുന്നത് അങ്ങനെയല്ല. നീ തീരുമാനിച്ചാൽ നിനക്ക് സമാധാനം ഉണ്ടാകും. വെളിപാടിന്റെ പുസ്തകം 3:20 നമ്മൾ വായിക്കുന്നു, ഞാൻ ഹൃദയത്തിന്റെ കവാടത്തിൽ മുട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കും. യേശു നമ്മുടെ ഹൃദയത്തിന്റെ കവാടത്തിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അനുവദിച്ചാൽ യേശു നമ്മുടെ ഹൃദയത്തിന്റെ കേന്ദ്ര സ്ഥാനത്തേക്ക് വരും. നമ്മൾ ഇറക്കി വിട്ടാൽ യേശു ഇറങ്ങിപ്പോവുകയും ചെയ്യും. നീ വിളിച്ചാൽ അവൻ കയറി വരും, നീ ഇറക്കി വിട്ടാൽ അവർ ഇറങ്ങിപ്പോകും. നമുക്കറിയാം, ദൈവം എല്ലായിടത്തും ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ മറുപടി പറയും ദൈവം എല്ലായിടത്തും ഉണ്ടെന്ന്. പക്ഷേ ദൈവം ഇല്ലാത്ത ഒരു ഏരിയ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട്. അത് നമ്മുടെ ഹൃദയത്തിൻ്റെ കേന്ദ്ര സ്ഥാനമാണ്. അത് ശൂന്യമായി കിടക്കുകയാണ്. അവിടെ ആരെ വെക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ദൈവം പോലും നമ്മുടെ അനുവാദത്തോടുകൂടി മാത്രമേ നമ്മുടെ ഹൃദയത്തിൻ്റെ കേന്ദ്ര സ്ഥാനത്തേക്ക് കടന്നു വരികയുള്ളൂ. അതങ്ങനെ ശൂന്യമായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവമില്ലാത്ത ഏതെങ്കിലും ഏരിയ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് നമ്മുടെ ഹൃദയത്തിൻ്റെ കേന്ദ്ര സ്ഥാനമാണ്. അവിടെ നമ്മൾ ദൈവത്തെ വെച്ചാൽ അവിടെ ഉണ്ടാകും, ഇറക്കി വിട്ടാൽ ഇറങ്ങിപ്പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് വെളിപാടിന്റെ പുസ്തകം 3:20 പറയുന്നത്, ഞാനിതാ ഹൃദയത്തിന്റെ കവാടത്തിൽ മുട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ സമാധാനത്തിലേക്കും ശാന്തിയിലേക്കും വരേണ്ടത് ക്രിസ്തുവിനെ നമ്മുടെ ഭരണകർത്താവായി സ്വീകരിച്ചുകൊണ്ടാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് സ്വന്തം ജീവിതത്തെ ശാന്തതയിലേക്ക് കൊണ്ടുവരുവാനുള്ള ഉത്തരവാദിത്വം നമ്മുടേത് മാത്രമാണ്. നമ്മൾ തീരുമാനിച്ചാൽ മതി. നമ്മളെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഓരോ ഇന്ത്യക്കാരനും സ്വതന്ത്രനാണ്. കാരണം ഭാരതം സ്വതന്ത്രമായി തീർന്നതോടുകൂടി നമ്മൾ ഓരോരുത്തരും സ്വാതന്ത്ര്യം ലഭിച്ചവരാണ്. എന്താണ് നമ്മുടെ സ്വാതന്ത്ര്യം? നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? നമ്മളെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യത്തെ എക്സസൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം ഇതാ നമുക്ക് വിട്ടു വന്നിരിക്കുകയാണ്. നിനക്ക് വേണമെങ്കിൽ യേശുവിനെ വിളിക്കാം. നീ വിളിച്ചാൽ യേശുവിലേക്ക് വരും. നിനക്ക് ആരെയും വിളിക്കാം. നിന്റെ ഹൃദയത്തിന്റെ കേന്ദ്ര സ്ഥാനത്ത് ആരെ വെക്കണമെന്ന് നീ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. യേശുവിനെ വിളിച്ചാൽ യേശു വരും, ഇറക്കി വിട്ടാൽ ഇറക്കി പോവുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് ദൈവം നൽകിയ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഈ ലോകത്തിൽ മനുഷ്യൻ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം ക്രിസ്തുവിനെ ഭരണകർത്താവായി വിളിക്കുക എന്നതാണ്. സഹോദരങ്ങളെ, ഒരിക്കൽ യേശു ഒരു വള്ളത്തിൽ ശിഷ്യന്മാരോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു. വഞ്ചിയിൽ കയറിയ യേശു വഞ്ചിയിൽ കിടന്ന് ഉറങ്ങി. ശിഷ്യന്മാർ വഞ്ചി തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ വഞ്ചിയിലേക്ക് നോക്കുക. ഇതാ ശിഷ്യന്മാർ ബന്ധപ്പെട്ട് പ്രയാസപ്പെട്ട് വഞ്ചി ഇങ്ങനെ തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ കഠിനാധ്വാനം ചെയ്യുകയാണ്. നമുക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ യേശു ആ വഞ്ചിയിലുണ്ടെന്ന്? യേശു ആ വഞ്ചിയിലുള്ള എന്തെങ്കിലും ലക്ഷണം നമുക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. കാരണം വഞ്ചി മുന്നോട്ട് പോകുന്നു, ശിഷ്യന്മാർ അധ്വാനിക്കുന്നതുകൊണ്ട് വഞ്ചി മുന്നോട്ട് പോകുന്നു. കുറെ കൂടെ കഴിഞ്ഞപ്പോഴേക്കും വലിയ കാറ്റും തിരമാലയും ആഞ്ഞു വീശി. ശിഷ്യന്മാർ തിരമാലയും കൊടുങ്കാറ്റിനെ നിയന്ത്രിക്കാൻ വേണ്ടി പാടുപെടുകയാണ്. ഈ സമയത്ത് നമ്മൾ നോക്കിക്കേ, യേശു ആ വഞ്ചിയിലുള്ളതുപോലെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. കാരണം യേശുവിന്റെ ശിഷ്യന്മാരാണ് ഇപ്പോൾ ആ തിരമാലയും കൊടുങ്കാറ്റിനെ നിയന്ത്രിക്കാൻ വേണ്ടി കിടന്ന് ബുദ്ധിമുട്ടുന്നത്. അവിടെ ദൈവം എന്തെങ്കിലും പ്രവർത്തിക്കുന്നതായി നമ്മൾ കാണുന്നില്ല. എന്നാൽ അല്പം കഴിഞ്ഞപ്പോഴേക്കും ശിഷ്യന്മാർക്ക് മനസ്സിലായി, തിരമാലയും കൊടുങ്കാറ്റും ഞങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നില്ല. ഇപ്പൊ തന്നെ വഞ്ചി മുങ്ങാൻ പോകുകയാണ്. അവർ എന്ത് ചെയ്തു? അവർ യേശുവിനെ വിളിച്ചുണർത്തി. പ്രൈസ് ദി ലോർഡ്. യേശു ആ വഞ്ചിയിൽ എഴുന്നേറ്റ് നിന്നു. ഇപ്പോൾ തിരമാലയും കൊടുങ്കാറ്റും യേശുവിന്റെ മുമ്പിലാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെയും, അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? തിരമാലയും കൊടുങ്കാറ്റും ശാന്തമായി. ഇപ്പോൾ യേശു വള്ളത്തിലുള്ളതുപോലെ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം തിരമാലയും കൊടുങ്കാറ്റും അവന്റെ മുമ്പിൽ ശാന്തമായി തീരുന്നു. അപ്പോൾ മനസ്സിലായോ? ദൈവം നമ്മുടെ ഉള്ളിൽ കടന്നു വന്നിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ എങ്ങനെയാണ് അനുഭവിച്ചറിയുന്നത്? അനുഭവിച്ചറിയേണ്ടത് ഇങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിന് നേരെ കടന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, ആ പ്രശ്നങ്ങളെ നമ്മുടെ മുമ്പിൽ വെക്കാതെ നാം യേശുവിന് മുമ്പിലേക്ക് കൊണ്ടുവരിക. പ്രൈസ് ദി ലോർഡ്. നമ്മൾ യേശുവിന് മുമ്പിലേക്ക് കൊണ്ടുവന്നാൽ എന്താണ് ആ പ്രശ്നങ്ങൾക്ക് സംഭവിക്കുക? അവ എത്ര വലിയ പ്രശ്നമായാലും ശരി, നമ്മൾ അതിനെ യേശുവിന് മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ചെറുതാകുന്നു. പ്രിയപ്പെട്ടവരെയും, നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് നമ്മളെ അലട്ടുന്ന കാര്യങ്ങൾ നമ്മുടെ പരിമിതിയുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മൾ ചെറുതും പ്രശ്നങ്ങൾ വലുതുമായി തീരുന്നു. നമ്മുടെ മുമ്പിൽ എപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നാൽ നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങളെല്ലാം യേശുവിന് മുമ്പിലേക്ക് കൊണ്ടുവന്നാൽ അവയെല്ലാം ചെറുതായി തീരും.
നമ്മളെ അലട്ടുന്ന കാര്യങ്ങൾ അത് എത്ര വലുതായാലും ശരി, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവം അതിനേക്കാൾ വലിയവനാണ്. അതുകൊണ്ട് വെറുതെ നമ്മൾ ദൈവത്തെ എൻ്റെ ഉള്ളിലേക്ക് വിളിച്ചത് കൊണ്ട് മാത്രമായില്ല, അതിനുശേഷം നമ്മുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ് നമ്മളെ അലട്ടുന്ന പ്രശ്നത്തെ നാം വെല്ലുവിളിച്ച്, അങ്ങനെയാണ് നമ്മൾ അനുഭവത്തിലേക്ക് വരേണ്ടത്. യേശുവിന്റെ ശിഷ്യന്മാർ എന്താണ് ചെയ്തത്? അവർ ഉറങ്ങിക്കിടന്നിരുന്ന യേശുവിനെ വിളിച്ചുണർത്തി. യേശു അവിടെ എഴുന്നേറ്റ് നിന്നു. അവിടുന്ന് തിരമാലയും കൊടുങ്കാറ്റിനെയും ശാസിച്ചു. അവ ശാന്തമായി. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാർ ഈ സമയത്ത് എന്ത് ചെയ്യുകയാണ്? അവരിങ്ങനെ നോക്കി കാണുകയാണ്. ഹല്ലേലൂയ. എന്താണ് അവർ നോക്കി കാണുന്നത്? ക്രിസ്തുവിന് മുമ്പിൽ തിരമാലയും കൊടുങ്കാറ്റും ശാന്തമായി തീരുന്നത് അവരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമുക്കും ചെയ്യാനുള്ളത്. നമ്മുടെ മനസ്സ് എങ്ങനെയാണ് ശാന്തമാകേണ്ടത്? നമ്മൾ ഇതാ ഒരു സാക്ഷിയായി തീരുക. യേശു എന്താണോ ചെയ്യുന്നത് അത് കാണുക. പ്രൈസ് ദി ലോർഡ്. യേശു ചെയ്ത ഈ പ്രവൃത്തിയുടെ സാക്ഷിയായി തീരുക. യേശു ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ അത്ഭുതമാണ്. അതുകൊണ്ട് ഈ അത്ഭുതത്തിന്റെ സാക്ഷിയായി തീരുക. ഇതാണ് നമ്മുടെ റോള്. അതുകൊണ്ട് സാക്ഷിയുടെ റോളിലേക്ക് നീ വരിക. അപ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാരല്ല തിരമാലയും കൊടുങ്കാറ്റിനെയും നേരിടുന്നത്, യേശുവാണ് നേരിടുന്നത്. യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. ദൈവം നമുക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അതെല്ലാം ദൈവമഹത്വത്തിനായിട്ടാണ് മാറേണ്ടത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആരോഗ്യം ദൈവമഹത്വത്തിനായിട്ട് മാറണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ രോഗം ദൈവമഹത്വത്തിനായിട്ട് മാറണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതാണ് ജോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. ജോബ് എന്താണ് പ്രാർത്ഥിച്ചത്? ദൈവമേ, നീ തന്നു, നീ എടുത്തു, നിനക്ക് സ്തോത്രം ഉണ്ടാകട്ടെ. തന്നതും എടുക്കുന്നതും ഇതാ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരോഗ്യം തന്നതും രോഗം നൽകുന്നതും ഇത് രണ്ട് ദൈവമഹത്വത്തിനായിട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. തരുന്നവനും എടുക്കുന്നവനും ഒരുവൻ തന്നെ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമേ, നീ മഹത്വപ്പെടണം. എൻ്റെ ഉള്ളായ്മയിലും ഇല്ലായ്മയിലും ദൈവം മഹത്വപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ രോഗത്തിലും ഇതാ ആരോഗ്യത്തിലും ഒരുപോലെ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. രോഗത്തിലും സ്തുതിക്കണം, ആരോഗ്യത്തിലും സ്തുതിക്കണം, സമ്പത്തിലും ദാരിദ്ര്യത്തിലും ദൈവത്തെ സ്തുതിക്കണം. നമുക്ക് കുഴപ്പമുള്ളത്, ദൈവം അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ നമ്മൾ ദൈവത്തെ ആശ്രയിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ അനുഗ്രഹങ്ങളിലാണ് ആശ്രയിക്കാറുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തകരാറുകളും കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴോ ദൈവം കഷ്ടപ്പാടിലും ക്ലേശങ്ങളിലും നമ്മളെ എത്രയധികമായി സ്നേഹിക്കുന്നുവെന്ന് വെളിപ്പെടുത്തി തരാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. കഷ്ടപ്പാടിലും ക്ലേശങ്ങളിലും ദൈവം നമ്മളെ എത്രമാത്രം വ്യക്തിപരമായി സ്നേഹിക്കുന്നുവെന്ന് വെളിപ്പെടുത്തി തരാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. 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 അപ്പം നമ്മുടെ ഉള്ളായ്മയിലും ഇല്ലായ്മയിലും ഒരുപോലെ ദൈവം നമ്മളിലൂടെ മഹത്വപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. 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 നമ്മുടെ ഉള്ളായ്മയിലും ഇല്ലായ്മയിലും കൂടെ ദൈവം ചില കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഒരുപക്ഷേ നമ്മൾ വിചാരിക്കും ദൈവം എത്രയോ നല്ലവനാണ്, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയും. പക്ഷെ ഇതുപോലെ തന്നെയാണ് ദുരിതങ്ങളുടെ സന്ദർഭങ്ങളിലും ദൈവം ഒരു കാര്യം നമുക്ക് കാണിച്ചു തരും. ഈ ദുരിതങ്ങളൊക്കെ നിനക്ക് ഉണ്ടായാലും ഇതാ നിന്നെ ദൈവം ആ ദുരിതങ്ങളുടെ മധ്യത്തിലും ദൈവം നിന്നെ സംരക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ കഷ്ടപ്പാടുടെ നടുവിലും ദൈവം നിന്നെ കാത്തു സൂക്ഷിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഇല്ലായ്മകളിലൊക്കെ ദൈവം വളരെ വ്യക്തിപരമായി നമ്മളെ സംരക്ഷിക്കുന്നു. ദൈവം വളരെ വ്യക്തിപരമായി സംരക്ഷിക്കുന്നു. ഈ കൂട്ടായ്മയിൽ ചില വ്യക്തികൾക്ക് എന്തെല്ലാം ഉണ്ടോ അതിൻ്റെ 100 പോലും ഇല്ലാത്ത ആളുകൾ ഈ കൂട്ടായ്മ കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതം ഉണ്ടല്ലോ, ഇതേ ജീവിതം നയിക്കുന്ന നിനക്കിപ്പോൾ ഉള്ളതിൻ്റെ 100 പോലും ഇല്ലാത്ത വ്യക്തികൾ ഇതേ ജീവിതം നയിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ദൈവത്തിൻ്റെ സംരക്ഷണം വളരെ വലുതാണ്. കഷ്ടപ്പാടിലും ക്ലേശങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ദൈവം എങ്ങനെയാണ് നമ്മളെ അത്ഭുതകരമായി പരിപാലിക്കുന്നത്. ദൈവത്തിന് ശക്തമായി ഇടപെടൽ. ചിലർ പറയും, അയ്യോ ആ കടബാധിത നാളുകളുണ്ടല്ലോ ദൈവം കൈക്ക് പിടിച്ച് നടത്തിയതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ദൈവത്തിൻ്റെ കൈകൾ കാണാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് രോഗത്തിലും ആരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും എല്ലാം ഒരുപോലെ ഇതിൻ്റെ എല്ലാം നാഥൻ ദൈവമാണ്. എന്നെ സംരക്ഷിക്കുന്നത് പണമോ ഈ ലോകത്തിലെ യാതൊന്നുമല്ല, സ്നേഹമുള്ള ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ദൈവത്തിൻ്റെ പരിപാലനം അനുഭവിച്ചറിയുവാൻ ദൈവം വിളിച്ചിരിക്കുകയാണ്. വിപരീത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ ദൈവത്തിൻ്റെ പരിപാലനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. പ്രിയപ്പെട്ടവരെയും നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ വിലയേറിയ ദാനങ്ങളാണ്. നമ്മളെ ദൈവം ഏറ്റവും വിലയുള്ള സമ്മാനമായിട്ടാണ് ദൈവം കാണുക. യേശു എപ്പോഴും പറയും, എൻ്റെ പിതാവ് എനിക്ക് നൽകിയ സമ്മാനമാണ് നിങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചവരാണ് നിങ്ങൾ. ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ വിലയേറിയ സമ്മാനമാണ്.
നീ ഏറ്റവും വിലയേറിയവനാണ്. ഈ ഒരു ബോധം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരണം. നമ്മളെ ദൈവത്തിൻ്റെ സമ്മാനമായിട്ടാണ് നാം നമ്മളെ തന്നെ കാണേണ്ടത്. സഹോദരങ്ങളെയും, എല്ലാ ദിവസവും നമ്മൾ കുറച്ച് സമയം ബൈബിൾ വായിക്കാൻ വേണ്ടി ചെലവഴിക്കണം. അത് രാവിലെ എഴുന്നേറ്റ് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടാകണം. നിങ്ങൾ മാതാപിതാക്കന്മാരും മക്കളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ഇവിടെ തന്നെ കുറേ പേര് ഇരിക്കുന്നത് മക്കളെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചായിരിക്കുന്നു. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, ചിലർ പറയും മക്കളിപ്പോൾ ഞങ്ങളെ നോക്കുന്നില്ല. വേറെ ചിലർ പറയും മക്കൾ തല്ലിപ്പൊളിയന്മാർ നടക്കുക, കള്ളുപിടിച്ച് നടക്കുക, ഗുണ്ടയായിട്ട് നടക്കുക, വീട്ടിൽ വന്നിട്ട് ചീത്തയെല്ലാം പറയുകയാണ്. വേറെ ചിലർ പറയാണ് ഒരുതരം മാനസിക രോഗിയായി തീർന്നിരിക്കുകയാണ് പിള്ളേർ. എന്നിട്ട് അവരുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് വേദനിച്ചിരിക്കുന്ന പല മാതാക്കന്മാർ ഇവിടെയുണ്ട്. ശരിക്കും പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന മക്കളുമായിട്ട് ഒരുമിച്ചുള്ള പ്രാർത്ഥനയില്ല. അപ്പോൾ ഒരുമിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കും. എന്നാൽ ചില കാര്യങ്ങൾ നടക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുടുംബത്തിലെ അംഗങ്ങൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. ഇനി വേറെ ചില കാര്യങ്ങൾ നടക്കണമെങ്കിലോ അനേകം പേർ ഒരുമിച്ച് പോയി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില കുടുംബങ്ങളിൽ നമ്മുടെ ബുദ്ധിക്കോ മനുഷ്യശക്തിക്കോ പരിഹരിക്കാനാവാത്തവണ്ണം കെട്ടുപിടഞ്ഞു കിടക്കുന്ന ഒത്തിരി പ്രശ്നങ്ങൾ കാണും. എവിടെ തുടങ്ങണം, എന്ത് ചെയ്യണം, ഒരു പിടുത്തവും ഇല്ല. പക്ഷേ എന്താ ചെയ്യേണ്ടത്? ഒന്ന് ചെയ്തേക്കുക. ഇതാ കുറേ പേര് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങുക, കൂട്ടായ്മ പ്രാർത്ഥന നടത്തുക. വേണ്ടി വന്നാൽ ഉപവസിച്ച ശേഷം ഉപവാസ പ്രാർത്ഥന നടത്തുക. ദൈവത്തെ സ്തുതിച്ചും ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞും സമാന പ്രശ്നങ്ങളുള്ള ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. കൂട്ടപ്രാർത്ഥന വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് വ്യക്തിപരമായ പ്രാർത്ഥനയിലാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതേ പ്രശ്നങ്ങളിൽ കഴിയുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളൊക്കെ അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും സാധിച്ചു കിട്ടുന്നത് തന്നെ പലരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് അറിയുന്നില്ല. പക്ഷെ നമ്മുടെ പ്രാർത്ഥന പരമായിട്ട് ഇതുപോലെ തന്നെ അനുഗ്രഹം കിട്ടേണ്ട ഒത്തിരി പേരുണ്ട്. ദൈവം മനുഷ്യന് നൽകിയ ഒരു വലിയ ദാനമാണ് ലൈംഗികത. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലൈംഗികതയ്ക്ക് പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ ഗുണവിശേഷമല്ലാതെ മറ്റ് യാതൊരു വിധത്തിലുള്ള നിഷേധാത്മകമായ ഒരു പ്രത്യേകതയും നമ്മുടെ ലൈംഗികതയ്ക്ക് നമ്മൾ കൊടുക്കരുത്. ലൈംഗികതയെ ഏതൊരു വ്യക്തികൾ ദുർവിനിയോഗിക്കാനായിട്ട് ഇടയായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശത്തിൽ വന്നിരിക്കുന്ന കുഴപ്പമാണ്. ലൈംഗികത ജീവിത പങ്കാളിയുമായിട്ടുള്ള മരണം വരെയുള്ള ഒരു ബന്ധമാണ്. ആ വ്യക്തിയെ മരണം വരെയും സ്വീകരിക്കുന്ന ഒരു സ്നേഹത്തിന്റെ ഉടമ്പടി ബന്ധത്തിലാണ് ലൈംഗികത കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ദൈവത്തിന്റെയും സഭയുടെയും സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും ബന്ധുക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും എല്ലാം മധ്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഈ വ്യക്തിയെ മരണം വരെയും സ്വീകരിക്കുന്നു, ഈ വ്യക്തിയുടെ ജീവിതവിധ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പരസ്പരം സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു ബന്ധമാണ് വിവാഹബന്ധം. ഈ മരണം വരെയുള്ള ഒരിക്കലും പിൻവലിക്കാത്ത ഈ സ്നേഹത്തിന്റെ ഒരു ബന്ധമായി നമ്മുടെ ലൈംഗികതയെ കാണുന്നില്ല എങ്കിൽ നമ്മുടെ തലയ്ക്കകത്ത് കിടക്കുന്ന വീക്ഷണം തെറ്റാണ്. ഒരുപക്ഷേ നാം വളർന്നു വന്ന സംസ്കാരത്തിൽ, നമ്മൾ വായിച്ച നോവലുകളിൽ, നമ്മൾ കേട്ട ചില വാർത്തകളിൽ ചിലരുടെ എല്ലാം മനസ്സിൽ വെറും ലൈംഗികത മാത്രം ഉപയോഗിക്കുക, വ്യക്തിയെ തള്ളിക്കളയുക, തൽക്കാലത്തേക്ക് വേണ്ടിയുള്ള ഒരു ബന്ധമുണ്ടാക്കുക, ഉള്ളിൽ സ്നേഹമില്ലാത്ത ഒരു ഇടപെടൽ ഉണ്ടാകുക, ഉള്ളിൽ സ്നേഹമില്ലാതെ ലൈംഗികത അനുഭവിക്കുക, ഇതെല്ലാം പൈശാചികവും തിന്മയും ആണ്. ഇതിനൊക്കെയുള്ള പ്രേരണകളും ആശയങ്ങളും ചിന്തകളും നമ്മൾ വളർന്നു വന്ന സംസ്കാരത്തിലൂടെ നമ്മുടെ തലയ്ക്കകത്ത് പതിഞ്ഞിട്ടുണ്ട്. വൃത്തികെട്ട പുസ്തകങ്ങൾ, ചീത്ത സിനിമകൾ, ചീത്ത വാർത്തകൾ, ഇതെല്ലാം ചിലരുടെ ജീവിതത്തെ പിടികൂടിയിട്ടുണ്ട്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മാത്രപ്പെടുത്തുക. ഹല്ലേലൂയ. ഇന്ന് അനേകം നഗ്നചിത്രങ്ങളും മ്ലേച്ഛമായ ഫിലിംസും ബ്ലൂ ഫിലിമും അതുപോലെയുള്ളതെല്ലാം സംലഭ്യമാണ്. അതിൻ്റെ പിന്നാലെ പോകുന്ന വ്യക്തി അതോടുകൂടി യഥാർത്ഥമായ സ്നേഹിക്കുവാനുള്ള കഴിവ് നിനക്ക് നഷ്ടപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെയും, നമ്മുടെ ലൈംഗികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവം നമ്മുടെ തലച്ചോറാണ്. ലൈംഗിക ചിന്തയിൽ നിന്നാണ് ലൈംഗിക വികാരം ഉടലെടുക്കുന്നത്. ലൈംഗിക അവയവങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രമല്ല, ലൈംഗിക ചിന്തയിൽ നിന്നാണ് ലൈംഗിക വികാരം ഉടലെടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ തലയ്ക്കകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ചിന്ത എന്താണ്? നീ ഏത് വൃത്തികെട്ട പുസ്തകത്തിലൂടെയാണ് ഈ ചിന്ത നിന്റെ തലയിൽ കയറി വന്നത്? ഏത് മ്ലേച്ഛമായ ഫിലിമിലൂടെയാണ് ഇത് കയറി വന്നത്? ഏത് മ്ലേച്ഛമായ കൂട്ടുകെട്ടിലൂടെയാണ് ഇത് കയറി വന്നിരിക്കുന്നത്?
അത്തരം ചിത്രങ്ങളും അത്തരം വൃത്തികെട്ട മാസികകളും ഇതാ വ്യക്തി ജീവിതങ്ങളെ ലൈംഗിക മേഖലയിൽ വഞ്ചിക്കുന്ന കപടതയുടെ കഥകൾ, ഇതൊക്കെ നീ വായിച്ചു കഴിയുമ്പോൾ നിന്റെ തലയിൽ അത്തരം കാര്യങ്ങൾ ഒരു ടാറ് പോലെ പറ്റിപ്പിടിച്ചിരിക്കും. പിന്നെ നിനക്ക് ഒരിക്കലും ജീവിത പങ്കാളിയെ കാണാൻ പറ്റിയല്ല. ചിലർ ജീവിത പങ്കാളിയെ അല്ല കാണുക, ചിലർക്ക് ഭാര്യയെ കാണാൻ പറ്റിയല്ല, ചിലർക്ക് ഭർത്താവിനെ കാണാൻ പറ്റിയല്ല. നീ കാണുന്നത് കാമുകനെയും കാമുകിയുമാണ്. ചിലർക്ക് അമ്മയെ കാണാൻ പറ്റിയല്ല, അപ്പനെ കാണാൻ പറ്റിയല്ല. നീ കാണുന്നത് കാമുകനെയും കാമുകിയുമാണ്. നിനക്ക് സഹോദരനെ കാണാൻ പറ്റിയല്ല, സഹോദരിയെ കാണാൻ പറ്റിയല്ല. നീ കാണുന്നത് കാമുകനെയും കാമുകിയുമാണ്. കാരണം നിന്റെ തലയിൽ ടാറ് പോലെ നീ വായിച്ച, നീ കണ്ട, നീ ഇടപെട്ട, നീ കേട്ട കാര്യങ്ങൾ ടാറ് പോലെ തലയ്ക്കകത്ത് പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ മ്ലേച്ഛതയുടെ ബന്ധനം നമ്മുടെ തലയിൽ നിന്ന് വിട്ടുപോകണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിവാഹബന്ധം പരിശുദ്ധമായ സ്നേഹത്തിന്റെ ബന്ധമാണ്. ഒരു വ്യക്തി ഒന്നും ബാക്കി വെക്കാതെ തന്നെ പരിപൂർണമായി നൽകുന്ന സ്നേഹത്തിന്റെ ബന്ധമാണിത്. രണ്ട് വ്യക്തികൾ തന്നെ ഒന്നും മറച്ചു വെക്കാതെ പരിശുദ്ധമായ ഉദ്ദേശത്തോടു കൂടി സ്നേഹം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് സ്വയം ദാനം ചെയ്യുമ്പോൾ ദൈവം ഇത് സന്തോഷത്തോടെ കാണുകയും നിന്റെ ഈ സ്വയം ദാനം വെറും ഒരു നൈമിഷികമായ ഒരു ഓർമ്മയല്ല, പിന്നെയോ അത് നിത്യമായ ഒരു ഓർമ്മയായി മാറട്ടെ എന്ന് ദൈവം അനുഗ്രഹിക്കുന്നതാണ് ഒരു കുഞ്ഞ് എന്ന് പറയുന്നത്. ഭാര്യ ഭർത്താക്കന്മാരുടെ പരിപൂർണമായ സ്നേഹത്തിന്റെ ഇതാ ശാശ്വതമായ ഒരു ഓർമ്മയാണ് ഒരു കുഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ പരിശുദ്ധമായ സ്നേഹത്തെ ദൈവം ഇതാ അത് നിത്യമായ ഒരു ഓർമ്മയാക്കി മാറ്റുകയാണ് ഒരു കുഞ്ഞിനെ നൽകുമ്പോൾ ദൈവം ചെയ്യുന്നത്. അതുകൊണ്ട് പരിശുദ്ധമായ ഈ സ്നേഹം ഇതാ പ്രകടിപ്പിക്കുന്നതിന് നമ്മുടെ ഉള്ളിൽ തടസ്സമായി നിൽക്കുന്ന ഇടുങ്ങിയ മനസ്സ്, അതിന് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന തെറ്റായ കാഴ്ചപ്പാടുകൾ, ആശയങ്ങൾ, ഈ മേഖലയിലെല്ലാം നമുക്ക് സൗഖ്യം ആവശ്യമാണ്. ഒരു വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ, ഒരു അവിശ്വാസി താൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം കൈ കിട്ടിയാലേ സന്തോഷിക്കുകയുള്ളൂ. കിട്ടിക്കഴിഞ്ഞു കഴിയുമ്പോഴാണ് സന്തോഷിക്കുക. എന്നാൽ ഒരു വിശ്വാസി അങ്ങനെയല്ല. വിശ്വാസി അത് കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് തന്നെ ദൈവം തന്നോടുകൂടി ഉള്ളതിനാൽ ദൈവത്തിൽ ആനന്ദിക്കാനും സന്തോഷിക്കാനും തുടങ്ങുന്നു. അങ്ങനെ ദൈവത്തിൽ ആനന്ദിക്കാൻ പഠിച്ചാൽ ആ സന്തോഷം ഒരു കാലത്തും ആർക്കും മോഷ്ടിച്ചുകൊണ്ട് പോകാൻ പറ്റുകയില്ല. മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ഒരു സമാധാനമാണോ നമ്മുടെ ഉള്ളിലിരിക്കുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലും ഒരു വല്യമ്മച്ചി ഇവിടെ ധ്യാനിക്കാൻ വന്നു. വല്യമ്മച്ചിക്ക് കാൽമുട്ടിന് വേദനയായിരുന്നു. ചൊവ്വാഴ്ച ദിവസം വേദന പയ്യെ കുറഞ്ഞു. അപ്പം മുതൽ അമ്മച്ചിക്ക് സന്തോഷം ഉണ്ടാകാൻ തുടങ്ങി. ബുധനാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് ഏതാണ്ട് 90% കുറഞ്ഞു. അപ്പോൾ 90% സന്തോഷം വന്നു. വ്യാഴാഴ്ചയായപ്പോൾ പൂർണ്ണമായി സുഖപ്പെട്ടു. ഹല്ലേലൂയ. അമ്മച്ചിക്ക് വലിയ സന്തോഷമായി. വെള്ളിയാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അമ്മച്ചിക്ക് സന്തോഷം മൂത്ത് അമ്മച്ചി കൈകൊട്ടിയും തുള്ളിയും ഒക്കെ പാടാനും ഒക്കെ തുടങ്ങി. ഹല്ലേലൂയ. അങ്ങനെ വലിയ സന്തോഷം. ഹല്ലേലൂയ. ഈ വലിയ സന്തോഷത്തോടു കൂടി ഇവിടെ നിന്ന് ചിരിച്ച് ആനന്ദിച്ച് അമ്മച്ചി വീട്ടിലേക്ക് പോയി. വീടിൻ്റെ മുറ്റത്ത് കാലുകുത്തിയപ്പോഴാണ് അമ്മച്ചി കണ്ടത് എല്ലാ ദിവസവും മുട്ടയിട്ടുണ്ടിരുന്ന കോഴി ചത്ത് കിടക്കുന്നു. അതോടുകൂടി ഇവിടുന്ന് പോയ സന്തോഷം ദേ കിടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കോഴിക്ക് കൂടി വന്നാൽ വേണമെങ്കിൽ ഒരു 100 രൂപയുടെ വില വരുമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അമ്മച്ചി ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയ സന്തോഷത്തിന്, സമാധാനത്തിന് 100 രൂപയുടെ വില പോലും ഇല്ല. ഹല്ലേലൂയ. ഒരു കോഴി ചത്താൻ പോകുന്ന സമാധാനമാണ് ചിലരുടെ കയ്യിലിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതല്ല ഈശോ തരാൻ ആഗ്രഹിക്കുന്ന സമാധാനം. ഹല്ലേലൂയ. ഇത് ലോകത്തിന് എടുത്തു മാറ്റാൻ പറ്റുകയില്ല. ഈ സമാധാനം നമ്മൾ സ്വന്തമാക്കിയിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. എനിക്ക് ഇന്ന അനുഗ്രഹങ്ങൾ കിട്ടി, അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. അത് കുറയുമ്പോഴോ അതിനേക്കാൾ കൂടുതൽ കിട്ടിയവരെ കണ്ടാലോ ഉള്ള സന്തോഷങ്ങൾ പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കുക, ഈശോയിൽ സന്തോഷിക്കാനായിട്ടാണ് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഇതാ കർത്താവിന്റെ ശരീരം നമ്മോട് കൂടി. അതുകൊണ്ട് ഈശോയെ സ്വീകരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ ആർക്ക് ഇനി ദുഃഖിപ്പിക്കാൻ കഴിയും? അതുകൊണ്ട് നമ്മളിന്ന് സാത്താനോട് പറയണം, എൻ്റെ ഹൃദയത്തിലെ സമാധാനം മോഷ്ടിക്കുവാൻ ഞാൻ നിന്നെ അനുവദിക്കുകയില്ല. ഈ ലോകത്തിലെ ഒരു സംഭവത്തിനും എൻ്റെ ഉള്ളിലെ സമാധാനത്തെ തകർക്കുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. ഈ അവസ്ഥയിലേക്ക് വേണം നമ്മൾ വളരാനായിട്ട്. നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിലേക്ക് നോക്കിയാൽ ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുള്ള വീഴ്ചകൾ, അത് നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവത്തിൽ നിന്ന് മാറ്റി നമ്മുടെ ഒന്നുമില്ലായ്മയെ കാണുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകുക. നമ്മുടെ അഹങ്കാരത്തെ അത് ഉടയ്ക്കണം. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ വീഴ്ചകളിൽ നിന്ന് എളിമയിലേക്ക് വരുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. ഒരിക്കൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ്
ഞാനൊരു ഇടവക ധ്യാനത്തിൽ ചെന്നപ്പോൾ ഒരു വീട്ടിൽ കയറി ചെല്ലുവാനിടയായി. ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴാണ് എനിക്ക് വീട് കാണിച്ചു തരാൻ വന്ന വ്യക്തി എന്നോട് പറഞ്ഞു, അച്ഛൻ കയറിപ്പോയ വീട് പറയാൻ മറന്നുപോയി, ഒരു യുക്തിവാദിയുടെ വീടാണ് എന്ന്. പ്രൈസ് ദി ലോർഡ്. ശരിയായിരുന്നു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അയാൾ കുറേ യുക്തിപരമായ ചോദ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി എൻ്റെ മുമ്പിൽ എടുത്തിട്ടു. എനിക്കതിന് ഉത്തരവൊന്നും പറയാൻ കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം അയാൾ അതുപോലെയുള്ള അറിവൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. ഞാൻ അറിയാൻ പാടില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ഹല്ലേലൂയ. പക്ഷെ ഞാൻ അദ്ദേഹത്തെ ധ്യാനത്തിനായിട്ട് വിളിച്ചപ്പോൾ അദ്ദേഹം എന്നെ കളിയാക്കി വിടുക ചെയ്തത്. ഹല്ലേലൂയ. പക്ഷേ അതിനുശേഷം ഞാൻ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു 4-5 വർഷത്തിന് ശേഷം ഒരു തിങ്കളാഴ്ച രാവിലെ ഞാൻ സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചതിന് ശേഷം താഴോട്ട് ഇറങ്ങി വരുമ്പോൾ അന്ന് എനിക്ക് ഓർമ്മയുള്ള അയാളുടെ മുഖം പോലെ ഒരാൾ, എനിക്ക് സംശയം ഇയാൾ തന്നെയാണോ, കൂട്ടുമുറിയിൽ ക്യൂ നിൽക്കുകയാണ്. അപ്പം ഞാൻ ചെന്ന് അടുത്ത് നിന്നപ്പോൾ ഇയാൾ തന്നെയാണ്. ഞാൻ പുള്ളിക്കാരൻ്റെ കൈക്ക് പിടിച്ച് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് മാറ്റി. ശേഷം ഞാൻ ചോദിച്ചു, സാറ് എങ്ങനെ ഇവിടെ വന്നു എന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. അച്ഛൻ എന്നെ അറിയുമോ? ഞാൻ പറഞ്ഞറിയും. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, അച്ഛനറിയാമല്ലോ, എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഞാനിവിടെ വരികയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് പുള്ളി പറഞ്ഞു, ഞാൻ വന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല, പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ്? അത് എൻ്റെ മകൻ കാരണം ഞാനിവിടെ വന്നതാണ്. ഹല്ലേലൂയ. അവൻ വീട്ടിൽ വലിയ പ്രശ്നമായി തീർന്നിരിക്കുകയാണ്, വലിയൊരു തലവേദനയായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ വലിയൊരു അന്തഃച്ഛിദ്രം നടക്കുകയാണ്. ഞാൻ എന്തെല്ലാം ശ്രമിച്ചിട്ടും അവനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചിലപ്പോൾ വീട്ടിൽ ഒരു കൊലപാതകം വരെ വരത്തക്ക വേണ്ടുള്ള സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഞാനിവിടെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. എന്തെങ്കിലും ആകട്ടെ, എല്ലാം എൻ്റെ ബുദ്ധി കൊണ്ടും എൻ്റെ കഴിവ് കൊണ്ടും എൻ്റെ തറവാട് മഹിമ കൊണ്ടും സാധ്യമാണ് എന്ന് വിചാരിച്ച എത്രയോ വ്യക്തികളെ ഇതുപോലെയുള്ള സംഭവങ്ങളും പരാജയങ്ങളും അവരുടെ ഒന്നുമില്ലായ്മ മനസ്സിലാക്കി കൊടുക്കുവാൻ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരിക്കൽ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഞാൻ ഇന്ന് വരെയും ആരുടെയും മുമ്പിൽ കുനിയാത്ത ഒരാളാണ്, എന്തുണ്ടെങ്കിലും മുഖത്ത് നോക്കി സംസാരിക്കുന്നയാളാണ്. ഞാൻ ഇന്ന് വരെയും ആരുടെയും മുമ്പിൽ അങ്ങനെ കുനിഞ്ഞിട്ടില്ല. എനിക്ക് സാമ്പത്തികമായ കഴിവുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, നല്ലൊരു തറവാട്ടിൽ പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ, നല്ലൊരു ജോലിയും എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ വലിയൊരു അഹങ്കാര ചിന്തയിലാണ് കഴിഞ്ഞിരുന്നത്. എന്നെ ആർക്കും അങ്ങനെ തോൽപ്പിക്കാനൊന്നും പറ്റുകയില്ല. ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ദുരഭിമാനിയായിട്ട് ഞാൻ ജീവിക്കുകയായിരുന്നു. പള്ളിയിൽ പോലും ഞാൻ കുനിയാറില്ല, അങ്ങനെ ഒരു ദുരഭിമാനിയായിരുന്നു. എന്നാൽ അച്ഛാ നോക്കൂ, ഇപ്പം ഞാൻ കുനിഞ്ഞിരിക്കുകയാണ്. എന്താ കാരണം? എന്നെ ചിക്കൻ കുനിയാ പിടികൂടിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനുശേഷം പിന്നെ വരാൻ പറ്റിയിട്ടില്ല, ഇങ്ങനെ ഇരിക്കുക പുള്ളി. ഹല്ലേലൂയ. ഹല്ലേലൂയ. പള്ളിയിൽ ഒരിക്കലും കുനിയാത്ത പുള്ളി ഇപ്പോൾ എപ്പോഴും കുനിഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏതർത്ഥത്തിലായാലും ശരി, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം പല തട്ടുകളും നൽകി, പല കൊട്ടുകളും നൽകി, ഇത്രയൊക്കെ ഉള്ളൂ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഒരു സഹോദരനോട് പറഞ്ഞു, അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഒരു നല്ല തുക പുള്ളിക്കാരൻ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത ആളാണ്. പക്ഷെ ഡോക്ടർ ഒരു നിമിഷത്തിൽ പറഞ്ഞു, തൻ്റെ രോഗത്തിന് മരുന്നില്ല, അത് വളരെ അഡ്വാൻസ് ആയിരിക്കുകയാണ്, അതുകൊണ്ട് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അല്ല നമുക്ക് ഫോറിൽ നിന്ന് എന്തെങ്കിലും ഇച്ചിരി മരുന്ന് വരുത്തിക്കുന്ന വിരോധമില്ല, കാരണം എൻ്റെ പൈസ ഇരിപ്പുണ്ട്, ഞാൻ തരാൻ തയ്യാറാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫോറിൽ നല്ല ഈ ലോകത്തെ തന്നെ മരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സഹോദരൻ പറയുകയാണ്, ബാങ്കിൽ കിടക്കുന്ന ഈ പണത്തിന് ആ നിമിഷത്തിൽ ഒരു വിലയും ഇല്ലായ്മയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അത്രയും പണം ബാങ്കിൽ കിടപ്പുണ്ട്, പക്ഷേ അതിനെ എന്നെ ഒരു സെക്കൻഡ് പോലും ജീവിപ്പിക്കാനുള്ള കഴിവില്ല. എനിക്കതെല്ലാം ഒരു അപ്പും ചവറുമായി ഒരു നിമിഷം അനുഭവപ്പെടാൻ തുടങ്ങി. ഞാൻ അതുവരെയും അതിനെ പിടിച്ചുകൊണ്ട് അഹങ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അതിനെന്നെ ഇതാ ഒരിക്കലും സഹായിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നപ്പോൾ ഇതാ എൻ്റെ ഒന്നുമില്ലായ്മയെക്കുറിച്ച് ഞാൻ ധ്യാനിക്കാൻ തുടങ്ങി. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ എളിമപ്പെടുവാനും നമ്മുടെ ഒന്നുമില്ലായ്മയെക്കുറിച്ച് ധ്യാനിക്കുവാനുമുള്ള അവസരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 1-ാം അധ്യായം 9-ാം വാക്യം. എന്തിനാണ് ദൈവം പരാജയങ്ങളും തകർച്ചകളും അനുവദിക്കുന്നത്? അതിന് ഉത്തരം അതിലുണ്ട്. അത് ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ, സ്വന്തം ശക്തിയിൽ, കഴിവിൽ, പണത്തിൽ, ആരോഗ്യത്തിൽ ഒക്കെ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയിട്ട് അത്രേ. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് എല്ലാ ശക്തിയുടെയും എല്ലാ അനുഗ്രഹത്തിന്റെയും ഉറവിടമായ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയിട്ട് അത്രയും.
ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഇതാ കഴുകരെ പോലെ ചിറകടിച്ചു വീഴും. അവർ ഓടിയാലും തളരുകയില്ല, നടന്നാലും ക്ഷീണിക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇന്നുവരെ ഉണ്ടായ പരാജയങ്ങളും തകർച്ചകളും എല്ലാം തന്നെ നമുക്ക് നമ്മളിലുള്ള പിടിവിട്ടിട്ട് ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള ദൈവത്തിൻ്റെ ഒരു വിളിയായി കരുതണം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ നമ്മൾ വീണുപോയ സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിലെ നിരവധിയായ തകർച്ചകളും ഇത് രണ്ടും നമ്മളെ എളിമയിലേക്ക് നയിക്കുന്ന ദൈവ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുവരുന്ന നിമിഷങ്ങളാണ്. നമ്മൾ അറിഞ്ഞിരിക്കുക, ദൈവം എന്തെങ്കിലും ഒരു പരാജയമോ തകർച്ചകളോ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത് വഴി നമ്മളെ ദൈവം തള്ളിക്കളയുകയല്ല. നേരെ മറിച്ച് ദൈവ സാന്നിധ്യത്തിന്റെ ആ തിരുമുറ്റത്തേക്ക് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് അടുത്ത് വരികയാണ്. ഹല്ലേലൂയ. നമ്മൾ ഏതൊന്നിലാണോ മുറുകെ പിടിച്ചിരിക്കുന്നത്, ദൈവമല്ലാത്തതിൽ നമ്മൾ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് പിടിവിടുവാനായിട്ട് നമുക്ക് കഴിയണം. അങ്ങനെ പിടിവിട്ട് കർത്താവേ എന്ന് വിളിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മുമ്പിൽ സ്വർഗം തുറക്കപ്പെടും. സഹോദരങ്ങളെ, നമ്മുടെ ഈ ശരീരം ഒരു യന്ത്രമാണ്. ഇത് വലിയൊരു യന്ത്രമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഈ യന്ത്രത്തിന്റെ അകത്ത് ചോറിട്ട് കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ എന്താവും? അവൻ രക്തമായി മാറുന്നു. ഹല്ലേലൂയ. ഇത് വലിയൊരു യന്ത്രമാണിത്. ഹല്ലേലൂയ. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ നമ്മുടെ തലയ്ക്കകത്ത് വന്നു കഴിഞ്ഞാൽ അത് ചിന്തയായി മാറുന്നു. ഹല്ലേലൂയ. ചിന്തയിൽ നിന്ന് വികാരങ്ങളും പ്രവൃത്തികളും രൂപം കൊള്ളുന്നു. ഹല്ലേലൂയ. തലയ്ക്കകത്ത് കടന്നു വരുന്ന ചിന്ത ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ന്യൂറോൺസ് വഴി പ്രവഹിക്കുന്നു. ഹല്ലേലൂയ. ഓരോ ന്യൂറോണിലും ധാരാളം കെമിക്കൽസ് ഉണ്ട്. ഹല്ലേലൂയ. ഒരു ന്യൂറോണിനും വേറെ ന്യൂറോണിനും ഇടയിൽ തന്നെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കെമിക്കൽസ് പ്രവർത്തിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ തലയിൽ കിടക്കുന്ന സ്നേഹത്തിന് വിരുദ്ധമായ ചിന്തകളുണ്ടല്ലോ, ഈ ചിന്തകൾ നമ്മുടെ തലയ്ക്കകത്ത് സൂക്ഷിച്ചാൽ നമ്മുടെ ശരീരം വല്ലാതെ കിടന്ന് വിഷമിക്കും. അത് പ്രവഹിക്കാൻ ആവശ്യമായ കെമിക്കൽസിന്റെ ക്വാണ്ടിറ്റി എല്ലാം വളരെ വലുതായിരിക്കും. അങ്ങനെയൊക്കെ വന്നാൽ ഈ യന്ത്രത്തിന്റെ ഘടന തന്നെ മാറും എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇത് ഒരു യന്ത്രമാണ്. ഈ ശരീരം എന്ന യന്ത്രം ഉണ്ടാക്കിയവൻ ബൈബിളിൽ എത്ര ശക്തമായിട്ടാണ് നമ്മളോട് വിളിച്ചു പറയുന്നത്. നിങ്ങൾ ആകുലപ്പെടരുത്, നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകരുത്, നിങ്ങൾ ആകുലപ്പെടരുത്. എന്താ കാരണം? ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്ന ഈ യന്ത്രം കേടാവും. ആകുലത എന്ന് പറയുന്നത് ആകുലത ഉണ്ടാക്കുന്ന ചിന്തകളാണ്. ഭയം എന്ന് പറയുന്നത് ഭയം ഉണ്ടാക്കുന്ന ചിന്തയാണ്. നിരാശ എന്ന് പറയുന്നത് നിരാശ ഉണ്ടാക്കുന്ന ചിന്തയാണ്. ഇപ്പൊ തന്നെ നിങ്ങൾ നിങ്ങളുടെ തലയോട് ചോദിച്ചു നോക്കിക്കേ, ഈ തലയ്ക്കകത്ത് കിടക്കുന്ന ചിന്ത എന്നെ ആകുലതയിലേക്ക് നയിക്കുന്ന ചിന്തയാണോ, എന്നെ നിരാശയിലേക്ക് നയിക്കുന്ന ചിന്തയാണോ? എങ്കിൽ ഈ യന്ത്രത്തിന് അത് പറ്റിയതല്ല. നിന്റെ തലയ്ക്കകത്ത് നീ ഇട്ടിരിക്കുന്ന ഈ ഇൻപുട്ട് മാറ്റിക്കളയണം. അത് ഇതിന്റെ അകത്ത് പറ്റിയതല്ല. ആകുലത ഉണ്ടാക്കുന്ന, ദുഃഖം ഉണ്ടാക്കുന്ന, നിരാശ ഉണ്ടാക്കുന്ന ചിന്തകള് ഈ തലയ്ക്കകത്ത് പറ്റിയതല്ല. അത് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിലേക്ക് നമ്മളെ നയിക്കുന്ന, വിശ്വാസത്തിലേക്ക് നമ്മളെ ഉയർത്തുന്ന അത്തരം ചിന്തകളാണ് നമ്മുടെ തലയ്ക്കകത്ത് നമ്മൾ കൊടുക്കേണ്ടത്. അല്ലാത്തത് എവിടെ നിന്ന് വന്നാലും ശരി, നമ്മൾ ഈ യന്ത്രത്തിന്റെ അകത്ത് അതിനെ സ്വീകരിക്കരുത്. നമ്മൾ ഇതിനെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണം. നീ നിന്നെ തന്നെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദുഃഖത്തിന്റെയും നിരാശയുടെയും ആകുലതയുടെയും ഭയത്തിന്റെയും ചിന്തകളെ നമ്മുടെ തലയിൽ നിന്ന് കളയുവാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾ ഒരിക്കലും അത് നമ്മുടെ തലയ്ക്കകത്ത് അംഗീകരിക്കരുത്. കാരണം ഇത് തലയ്ക്കകത്ത് കയറിയാൽ എന്നെ നശിപ്പിക്കും, ഈ യന്ത്രം കേടാകും. സഹോദരങ്ങളെ, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് സ്നേഹത്തിൽ വളരാൻ വേണ്ടിയിട്ടാണ്. സ്നേഹത്തിൽ വളരാനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സ്നേഹത്തിൽ വളരാതിരിക്കുന്ന വ്യക്തികളിലാണ് ഭയം വർദ്ധിക്കുക. ആകുലത, ഉത്കണ്ഠ ഇതെല്ലാം വളർന്നു വരുന്നത് സ്നേഹത്തിൽ വളരാതിരിക്കുന്ന വ്യക്തികളിലാണ്. നമുക്ക് മറ്റു മനുഷ്യരൊന്നും വിശ്വാസമില്ല, നമ്മൾ സ്നേഹത്തിൽ വളരുന്നില്ല, നമ്മൾ നമ്മളിലേക്ക് തന്നെ ചുരുങ്ങിയിരിക്കുന്നു. നീ നിന്നിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. ദുഃഖവും നിരാശയും ആകുലതയും എല്ലാം നീ വളരേണ്ട സ്ഥലത്തോട്ട് ആ ഡിറക്ഷനിൽ നിന്ന് നേരെ തിരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് ആരുടെ ഉള്ളിൽ ദുഃഖവും നിരാശയും എല്ലാം കിടക്കുന്നുവോ വളർച്ചയ്ക്കെതിരായിട്ടാണ് നീ നിൽക്കുന്നത്. നിങ്ങൾ അറിഞ്ഞിരിക്കുക, നിരാശയും ദുഃഖവും നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നിന്റെ ഡയറക്ഷൻ മാറിയിരിക്കുന്നു. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് നമുക്ക് നമ്മളോടുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം സ്വന്തം മനസ്സിനെ ശാന്തമാക്കുക എന്നതാണ്. നിനക്ക് നിന്നോടുള്ള ഒന്നാമത്തെ ഉത്തരവാദിത്വം നിന്റെ മനസ്സിനെ ശാന്തമാക്കുക എന്നതാണ്.
46-ാം സങ്കീർത്തനത്തിൽ ദാവീദ് എഴുതി വെച്ചിരിക്കുന്നു, ശാന്തമാകുക, ഞാൻ ദൈവമാണെന്ന് നീ അനുഭവിച്ചറിയുക. അതെന്നാണോ നിന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അവയുടെ മേലുള്ള ഉടമസ്ഥാവകാശം ദൈവത്തെ ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് സൗഖ്യം കിട്ടാൻ തുടങ്ങും. ഉടമസ്ഥാവകാശം ഉള്ളിലിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് മനസ്സിൽ വേദനയും മുറിവും ഉണ്ടാകുന്നത്. ഉടമസ്ഥാവകാശം ഉപേക്ഷിച്ചാലോ പിന്നെ സാത്താൻ നമ്മളെ ദുഃഖിപ്പിക്കുവാനോ കരയിപ്പിക്കുവാനോ സാധ്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലൊരു സഹോദരൻ ധ്യാനിക്കാൻ വന്നു. അദ്ദേഹം ഒരു സ്ഥാപനത്തിൻ്റെ വലിയൊരു അധികാരിയായിരുന്നു. ഒത്തിരി പേരും പെരുമയൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിനെതിരായി ചില ആളുകൾ ചില ആരോപണങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മേലധികാരി അദ്ദേഹത്തെ സ്ഥലം മാറ്റി. അപ്പോൾ അദ്ദേഹത്തിന് വലിയ ദുഃഖമുണ്ടായി. അദ്ദേഹം മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു, ഇപ്പോൾ എൻ്റെ ശത്രുക്കൾ എനിക്കെതിരായി ഉയർത്തിയ ആരോപണങ്ങളെല്ലാം ശരിയാണ് എന്ന് ഒന്നും കൂടെ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ശത്രുക്കളുടെ ആരോപണം ഒരു നുണയാണ്, പക്ഷേ ഈ സ്ഥലമാറ്റം മൂലം അത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം തീരുമാനിച്ചു, ഇനി ഞാൻ ഒന്നിനുമില്ല. അങ്ങനെ അദ്ദേഹം ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ തന്നിലേക്ക് തന്നെ ചുരുങ്ങി ഒരു മുറിയിലിരിപ്പായി. ഒരു ജോലി മുടി ചെയ്യാൻ തന്നെയല്ല, മനസ്സ് മുഴുവൻ വലിയ ദുഃഖത്തിലായി. എൻ്റെ സൽപ്പേര് പോയി, എൻ്റെ ഇത്രയും നാളത്തെ അഭിമാനം പോയി, ഞാൻ പണിതുയർത്തിയ അഭിമാനമെല്ലാം ഇതാ ഒറ്റ നിമിഷം കൊണ്ട് ഒലിച്ചു പോയി. ഈ കഠിനമായ ദുഃഖത്തിൽ വേദനയിൽ അദ്ദേഹം കഴിയായിരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ ഉറക്കത്തെ പോലും ബാധിക്കാൻ തുടങ്ങി. കുറേശ്ശെ ഒരു ഡിപ്രഷൻ, ഒരു വിഷാദ രോഗം അദ്ദേഹത്തിലേക്ക് വലിയ കടന്നു വരാൻ തുടങ്ങി. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹം ഇവിടെ ധ്യാനിക്കാൻ വന്നത്. അദ്ദേഹം ആയിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്തോ എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ അഭിമാനമാണ്, അതെൻ്റെ ആയുസ് തന്നെയാണ്. എൻ്റെ ഇത്രയും നാളത്തെ നീണ്ട വർഷങ്ങളുടെ അഭിമാനം മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. അഭിമാനം ജീവന തുല്യമാണ്. അതുകൊണ്ട് എന്നെ കൊന്നതിന് തുല്യമാണിത്. എന്നെ കൊന്നവരോട് ഞാൻ എങ്ങനെയാണ് ക്ഷമിക്കുക? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് ഒരിക്കലും അത് ആ നഷ്ടം എൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്നില്ല. അപ്പം ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹത്തിന് ഈ സൽപ്പേര് പോയതിനെക്കുറിച്ചുള്ള ഓർത്തോർത്തുള്ള സങ്കടം, ഈ ഓർത്തോർത്ത് ഇങ്ങനെ ദുഃഖിക്കുക, ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ചില സംഭവങ്ങളെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ഓർത്തോർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഓർക്കുന്നതോറും സങ്കടം വരും. എന്ത് ചെയ്താൽ ഓർമ്മയിൽ നിന്ന് വിട്ടുപോകുകയില്ല, ഓർക്കുക, ദുഃഖിക്കുക. അതുപോലൊരു അവസ്ഥയിലായിരുന്നു അദ്ദേഹം. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ അഭിമാനം എന്ന് പറയുന്നത് ആരുണ്ടാക്കിയതാണ്? ആര് തന്ന അഭിമാനമാണ്? അപ്പം അദ്ദേഹം പറയുന്നത്, എൻ്റെ നീണ്ട നാളത്തെ എൻ്റെ സമീപനവും എൻ്റെ സഹനവും എല്ലാം വഴി ഞാൻ തന്നെ പണിതുയർത്തിയതാണ് എൻ്റെ അഭിമാനം. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ അഭിമാനം ദൈവം തന്നതാണെന്ന് ആദ്യം മനസ്സിലാക്കുക. 1 കൊറിന്ത്യർ 4:7 പൗലോസ് ചോദിക്കുകയാണ്, അല്ലയോ മനുഷ്യ, നിനക്കെന്ത് മാഹാത്മ്യമാണുള്ളത്? ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ദാനമായി സ്വീകരിക്കാത്തതായി നിനക്ക് എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിനാണ് അഹങ്കരിക്കുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഞാൻ ആ വചനം കാണിച്ചു കൊടുത്തു. അപ്പം അദ്ദേഹം സാവധാനം പറഞ്ഞു, കർത്താവേ, ഞാൻ ശ്രമിച്ചതുകൊണ്ടൊന്നും അഭിമാനം ഉണ്ടായില്ല, സൽപ്പേരുണ്ടായില്ല. നീ അനുഗ്രഹിച്ചതുകൊണ്ടായി സൽപ്പേരുണ്ടായത്. അതുകൊണ്ട് ഇത് നിൻ്റേതാണ്. ഇത് എൻ്റെ അഭിമാനം എന്ന് പറയുന്നത് ദൈവത്തിന് ദാനമാണ്. ഹല്ലേലൂയ. അതിൻ്റെ ഉടമസ്ഥൻ ദൈവമാണ്. ഇത് അദ്ദേഹം ഏറ്റു പറയാൻ തയ്യാറായി കഴിഞ്ഞപ്പോൾ, ഈ അഭിമാനത്തിന് അതിൻ്റെ ഉടമസ്ഥൻ ദൈവമാണെന്ന് അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ, അത് എൻ്റേതല്ല, ഞാൻ ഉണ്ടാക്കിയതല്ല എന്ന കാര്യം അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ, നാളുകളായി അദ്ദേഹത്തെ പിടികൂടിയിരുന്ന വിഷാദം, ഓർത്തോർത്തുള്ള വ്യസനം ഉള്ളിൽ നിന്ന് വിട്ടുപോയി. സഹോദരങ്ങളെ, ഉടമസ്ഥാവകാശം ഉപേക്ഷിച്ചാൽ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഒട്ടേറെ പേരുടെ ഓർത്തോർത്ത ദുഃഖങ്ങൾ നമ്മുടെ ഉള്ളിൽ നീങ്ങും. നമ്മൾ ഫ്രീ ആകാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതെന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണോ നിനക്ക് വേദന ഉണ്ടാകുന്നത്, അവിടെ നീ ഏതോ ഒരു ഉടമസ്ഥാവകാശം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാനുണ്ട്. കർത്താവിന് വിട്ടുകൊടുക്കുക. സമ്പത്ത് തമ്പുരാൻ്റെതാണ്. നമ്മളൊരു പണവും കൊണ്ടുവന്നിട്ടില്ല, ദൈവമാണ് ഇതെല്ലാം തരുന്നത്. ജോബ് പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. തരുന്നതിന് മുമ്പ് അത് തമ്പുരാൻ്റെ കയ്യിരിക്കുന്നത് നമ്മൾ കാണുക. നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോഴും വാസ്തവത്തിൽ അത് ദൈവത്തിൻ്റെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പോഴും അത് ദൈവത്തിൻ്റെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. വർത്തമാനവും ഭൂതകാലവും വർത്തമാനവും ഭാവിയും അത് മൂന്നും തമ്പുരാൻ്റെ കയ്യിൽ കണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെയും അതുകൊണ്ട് ഉടമസ്ഥാവകാശത്തെ ഉപേക്ഷിക്കുക. സഹോദരങ്ങളെ, സാധാരണ രീതിയിൽ ഇങ്ങനെ പറയാറുണ്ട്, സ്ത്രീകൾ
പെട്ടെന്ന് ക്ഷമിക്കും, പക്ഷേ അവർ സാധാരണ മറക്കാറില്ല എന്ന്. പുരുഷന്മാരാകട്ടെ അവർ പെട്ടെന്ന് മറക്കും, സാവധാനമേ അവർ ക്ഷമിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ആൺകുട്ടി ഈ ഭൂമിയിലേക്ക് പിറന്നു കഴിഞ്ഞാൽ അവൻ്റെ തലച്ചോറിൻ്റെ ഇടതും വലതും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോർപ്പസ് കൊളോസ് എന്ന് പറഞ്ഞൊരു ടണലുണ്ട്. ആ ടണലിൽ ചുരുങ്ങിപ്പോകുന്നു. അതുകൊണ്ട് പുരുഷന്മാർ ഒരു സമയത്ത് അവരുടെ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് ഇതിലേതൊരു ഭാഗമായിരിക്കും സജീവമായിട്ട് പ്രവർത്തിക്കുക. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവരുടെ ലെഫ്റ്റും റൈറ്റും ഒരേ സമയത്ത് പ്രവർത്തിക്കും തലച്ചോറിൻ്റെ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പുരുഷന്മാർക്ക് സാധാരണ എന്തെങ്കിലും പ്രയാസങ്ങളോ വിഷമതകളോ ഉണ്ടായാൽ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അവർ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ വ്യാപൃതരായി കഴിഞ്ഞാൽ അവർക്ക് കുറേ അങ്ങോട്ട് മറക്കാൻ കഴിയും. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലും വിഷമത ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആരോടെങ്കിലും ഒന്ന് തുറന്ന് പറഞ്ഞാണ് അവരതിൻ്റെ ശക്തി കുറച്ച് അത് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭാര്യയോട് ഈ ലോകത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ ദ്രോഹം എന്താണെന്ന് ചോദിച്ചാൽ അവളെ കേൾക്കാൻ സമയം അനുവദിച്ചു കൊടുക്കാതിരിക്കുക എന്നതാണ്. പ്രിയപ്പെട്ടവർ, പല പുരുഷന്മാർക്കും അറിയാം ഭാര്യയെ കേൾക്കേണ്ടതാണ് എന്ന്. എന്നാൽ പലപ്പോഴും പുരുഷന്മാർ അതിന് തയ്യാറാകാറില്ല. അതിൻ്റെ ഒരു കാരണം എന്തെന്ന് ചോദിച്ചാൽ അവർ പറയുന്നതിന് പലപ്പോഴും കണക്ഷൻ ഉണ്ടാകില്ല. അതുകൊണ്ടാണ് പുരുഷന്മാർക്ക് ഭാര്യയെ കേൾക്കാൻ ബുദ്ധിമുട്ട് തോന്നുക. ഭാര്യ വീട്ടിലെ പൂച്ചയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി അല്പം കഴിഞ്ഞപ്പോൾ അവൾ പാകിസ്ഥാൻ പ്രസിഡന്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പുരുഷന്മാർ അന്തം വിട്ട് നിൽക്കും. ഇവളെന്താ ഈ പറഞ്ഞു തുടങ്ങിയത്? ഇപ്പോൾ പറയുന്നത് വേറെ നാളല്ലോ, ഇനി പറഞ്ഞ് അവസാനിപ്പിക്കുന്നതോ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യം പറഞ്ഞായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പുരുഷൻ മനസ്സിലാകില്ല. കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ അവൻ പറയും, നീ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണക്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭർത്താവ് ഭാര്യയെ കേട്ടേ പറ്റൂ. കാരണം അങ്ങനെയാണ് അവളുടെ മനസ്സിലെ പ്രയാസങ്ങളും വിഷമതകളെയും അവൾക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുക. അവൾ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ചിലപ്പോൾ ഉത്തരം ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു വരികയില്ല. പക്ഷേ അവളെ കേട്ടേ പറ്റുകയുള്ളൂ. പ്രിയപ്പെട്ടവരെയും, ഞാൻ സൂചിപ്പിച്ചതുപോലെ സ്ത്രീകൾ സാധാരണയിൽ മറക്കാറില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പേ ഒരു ഭാര്യയും ഭർത്താവും എൻ്റെ അടുക്കൽ വന്നപ്പോൾ ഭർത്താവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ വിവാഹിതരായിട്ട് 20 വർഷമായി. കഴിഞ്ഞ ദിവസം എന്തോ നിസ്സാരമായ ഒരു വഴക്കുണ്ടായപ്പോൾ ഭാര്യ 19 വർഷം പഴക്കമുള്ളൊരു കാര്യം വിളിച്ചു പറഞ്ഞു കളഞ്ഞു. ഭർത്താവ് ഞെട്ടിപ്പോയി. ദൈവമേ, 19 വർഷമായി ഇത് ഇപ്പോഴും ഇവിടെ തലയിൽ ചുമന്നുകൊണ്ടിരിക്കുകയാണോ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കിക്കോ. ഭാര്യയായിട്ടൊന്ന് വഴക്കുണ്ടാക്കി നോക്കുക. 10, 20, 30, 40 വർഷം പഴക്കമുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വിളിച്ചു പറഞ്ഞെന്ന് വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം സ്ത്രീകൾ മറക്കാറില്ല. അവർ അങ്ങനെ വിളിച്ചു പറയുന്നത് കൊണ്ട് അവളത് ക്ഷമിച്ചില്ലെന്നോ അവളുടെ ഉള്ളിൽ അതിൻ്റെ പേരിൽ വൈരാഗ്യമുണ്ട് എന്ന് പുരുഷൻ ചിന്തിക്കരുത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു സമയത്ത് അവരുടെ തലച്ചോറിൻ്റെ ഒരു വശമായിരിക്കും ഏറ്റവും സജീവമായിട്ട് പ്രവർത്തിക്കുക എന്നത്. അതിൻ്റെ പ്രത്യേകത സ്ത്രീകൾ മനസ്സിലാക്കേണ്ടതാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, പുരുഷന്മാർ ഏതെങ്കിലും കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുമ്പോൾ എന്തെങ്കിലും വന്ന് ഭാര്യ പറഞ്ഞാൽ പെട്ടെന്ന് അവരുടെ ശ്രദ്ധ മാറിപ്പോകും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ രണ്ടാമത് അവർ പിന്നീട് അത് പരിശ്രമിച്ച് വീണ്ടും തലയിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ടാകും. അങ്ങനെ വന്നാൽ അവർക്ക് പെട്ടെന്ന് ദേഷ്യമുണ്ടാകും. ഒരു പുരുഷനെ ഭ്രാന്തി പിടിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം അയാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെന്ന് എന്തെങ്കിലും പറയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പുരുഷൻ അവർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, വളരെ ഗൗരവമായ ഒരു എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഭാര്യ എന്നിട്ട് ചോദിക്കുകയാണ്, പിള്ളേരെ എപ്പോഴാണ് പള്ളി കൊണ്ടുപോകേണ്ടത്? പുള്ളിയൊന്നും മിണ്ടിയില്ല. പുള്ളി വീണ്ടും എഴുതിക്കൊണ്ടിരിക്കുക. നിങ്ങളോടാ ചോദിച്ചത് എപ്പോഴാണ് പള്ളി പോകേണ്ടതെന്ന്. അയാളെ പേന അവിടെ വെച്ചിട്ട് എഴുന്നേറ്റ് 2 തെറി പറഞ്ഞു കൊടുത്തു. ഉടനെ സ്ത്രീ ചിന്തിക്കുന്നത്, ഇയാളെന്ത് മനുഷ്യനാണ്, എഴുതുന്ന കൈ കൊണ്ടല്ലോ, വാവുണ്ടെങ്കിൽ പറഞ്ഞാലെന്താ? അതൊരു പുരുഷനും കിട്ടിയാൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ സ്ത്രീകൾക്ക് അത് സാധ്യമാണ്. അവർ എഴുതുന്ന സമയത്ത് അവർക്ക് എന്തുവേണം വിളിച്ച് പറയാം. കാരണം അവരുടെ തലച്ചോറിൻ്റെ ലെഫ്റ്റും റൈറ്റും അങ്ങനെയാണ്, ഓപ്പണാണ്. എന്നാൽ പുരുഷൻ അങ്ങനെയല്ല. അവർ തലയിൽ നിന്ന് കണക്ഷൻ വിട്ടുപോകും. ഇപ്പോൾ എന്തൊരു കാര്യത്തെക്കുറിച്ച് ഒരാൾ ജോലിക്ക് പോയി, അവിടെ ചെറിയൊരു പ്രശ്നമുണ്ടായി, പുരുഷൻ അതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറി വരികയാണ്. കയറി വരുമ്പോൾ തന്നെ സ്ത്രീക്ക് പുരുഷൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാം ഇന്നത്തെ കുഴപ്പമുണ്ടെന്ന്. അത് സ്ത്രീകൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കഴിവാണ്. പുരുഷന്മാരുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ഭാവവ്യത്യാസങ്ങളെ വളരെ പെട്ടെന്ന് തിരിച്ചറിയാനായിട്ടുള്ള കഴിവ് സ്ത്രീകൾക്കുണ്ട്. അത് മാതൃത്വത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന കഴിവാണ്. കുഞ്ഞുങ്ങൾക്ക് ഇതിലെ ഭാവവ്യത്യാസങ്ങൾ കാണുമ്പോൾ അത് തിരിച്ചറിഞ്ഞവരെ സഹായിക്കാൻ വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന ഒരു അനുഗ്രഹം കൂടിയാണത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഭർത്താവിനും ഭാര്യയിൽ നിന്ന് ഒന്നും മറച്ചു വയ്ക്കാൻ സാധ്യമല്ല.
അവർ പെട്ടെന്ന് ഒറ്റ നോട്ടം നോക്കിക്കഴിഞ്ഞാൽ അവർക്കറിയാം എന്തോ കുഴപ്പമുണ്ടെന്ന്. പ്ലീസ് റോൺ ആരേരിയ. അപ്പോൾ അതുകൊണ്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഭാര്യ മുഖഭാവം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ ചോദിക്കും, നിങ്ങൾക്ക് പറ്റി എന്ന്. അയാളാണെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അയാൾ ചിലപ്പോൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ സാധാരണ സ്ത്രീകൾ ഇങ്ങനെയാണ് വിചാരിക്കുക, എന്തായിരിക്കും ചോദിച്ചിട്ട് ഇയാൾ പറയുന്നുമില്ല, ഇയാൾക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ. പെട്ടെന്ന് അവർ ചിന്തിക്കും, ഇയാൾ ഇന്നലെയാണ് അമ്മയെ കാണാൻ വേണ്ടി പോയത്, ഇയാൾ എപ്പോൾ ഇയാളെ വീട്ടിൽ പോയിട്ട് വന്നോ അപ്പോഴല്ല ഇയാളുടെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്. പ്രൈസ് റോൺ ഹല്ലേലൂയ. അപ്പോൾ എനിക്കെതിരായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ഇതിൻ്റെ കാര്യം. പ്രൈസ് റോൺ ഹല്ലേലൂയ. അങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോഴല്ല സ്ത്രീകൾ സാധാരണയിൽ ചിന്തിക്കുന്നത്, ഇത് എന്നോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്, എനിക്കെതിരായിട്ടാണ്. എപ്പോഴും ഇങ്ങനൊരു നിലപാടാണ് മിക്ക സ്ത്രീകളും എടുക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. ഭർത്താവിന് മുഖത്ത് നോക്കിയാൽ പ്രയാസമുണ്ട് എന്നുള്ള കാര്യം സ്ത്രീ മനസ്സിലാക്കി, അത് ശരിയാണ്. പക്ഷേ ആ പ്രയാസത്തെക്കുറിച്ച് ഭാര്യ എടുത്ത തീരുമാനം അത് ശുദ്ധ വിഡ്ഢിത്തരമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു പുരുഷന് നല്ല ജോലിയുണ്ട്, അയാൾക്ക് ശമ്പളമുണ്ട്, ജോലി സ്ഥലത്ത് അംഗീകാരമുണ്ട്. ഇത്രയൊക്കെ ആയാൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരുമാതിരി സംതൃപ്തനാണ്. എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് നല്ലൊരു ജോലിയുണ്ട്, പണമുണ്ട്, അംഗീകാരമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഒരു ഭാര്യ സംതൃപ്തിയല്ല. അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബന്ധമായ ഭർത്താവിനോടുള്ള ബന്ധം, അവളുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധം, ഈ ബന്ധങ്ങളിൽ എന്തെങ്കിലും ഒരു ചെറിയ മുറിവുണ്ടായാൽ അവൾ ഒരിക്കലും സംതൃപ്തിയല്ല. കാരണം സ്ത്രീ പ്രാധാന്യം കൊടുക്കുന്നത് ബന്ധത്തിനാണ്. അതുകൊണ്ട് ബന്ധങ്ങളിൽ എന്തെങ്കിലും ഇച്ചിരി പ്രശ്നമുണ്ടായാൽ അത് അവളെ വളരെയധികം ബാധിക്കും. അവരെപ്പോഴും ചിന്തിക്കുന്നതും എല്ലാം ബന്ധങ്ങളെ കേന്ദ്രമാക്കിയാണ് ചിന്തിക്കുന്നത്. ഒരു പുരുഷൻ ചിന്തിക്കുന്നത് ഒരു സ്ത്രീ ചിന്തിക്കുന്നത് തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാര്യം ഭാര്യയ്ക്കും തലയുണ്ട്, ഭർത്താവിനും തലയുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ ഒരു സ്ത്രീ ചിന്തിക്കുന്നതും ഒരു പുരുഷൻ ചിന്തിക്കുന്നതും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ പല കുടുംബങ്ങളിലും ഐക്യമുണ്ടാകുകയുള്ളൂ. ചില പുരുഷന്മാർ ഇങ്ങനെ വിചാരിക്കും, ഇത്രയെല്ലാം പറഞ്ഞിട്ട് ഇവളെന്താ ഞാൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാത്തത് എന്ന്. നീ അങ്ങനെ പറയരുത്. നീ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുവാൻ നിന്റെ ഭാര്യയെ പ്രേരിപ്പിച്ചാൽ, ഒരാണ് ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ അവളെ പ്രേരിപ്പിച്ചാൽ നീ അവളെ ആണാക്കാൻ ശ്രമിക്കുകയാണ്. നിന്റെ ഭാര്യ ഒരാണായതുകൊണ്ട് നിനക്കെന്താ പ്രയോജനം? ഒരു സ്ത്രീ വിചാരിക്കുകയാണ്, ഇത്രയെല്ലാം പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഞാൻ ചിന്തിക്കുന്ന പോലെ എൻ്റെ ഭർത്താവ് ചിന്തിക്കാത്തത്? ഇത്രയെല്ലാം പറഞ്ഞിട്ട് ഇയാൾക്ക് എന്താ മനസ്സിലാകാത്തത്? നീ അങ്ങനെ നിർബന്ധിക്കുമ്പോൾ നിന്റെ ഭർത്താവിനെ ഒരു സ്ത്രീ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ നീ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിന്റെ ഭർത്താവ് ഒരു സ്ത്രീ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ തുടങ്ങിയാൽ നീ അയാളെ ഒരു പെണ്ണാക്കാൻ പരിശ്രമിക്കുകയാണ്. അതുകൊണ്ട് നിനക്ക് എന്താണ് ഗുണം? നിന്റെ ഭർത്താവ് ഒരു പെണ്ണായതുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കുക, പുരുഷൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കട്ടെ, സ്ത്രീ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കട്ടെ. പക്ഷേ ഈ രണ്ട് ചിന്തകളെയും ഒന്നിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ രണ്ട് ചിന്തകൾ കേൾക്കുമ്പോൾ തന്നെ പ്രഥമ ദൃഷ്ടിയ പരസ്പരം വളരെ വ്യത്യാസമുള്ളതായിരിക്കാം. പക്ഷേ ഈ രണ്ട് ചിന്തകളെയും ചേർത്ത് വെച്ച് കുടുംബജീവിതം മുന്നോട്ട് പോകേണ്ടതായ ഒരു വഴി ദൈവാത്മാവ് നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള ഒരുമിച്ചുള്ള പ്രാർത്ഥനയിലൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. കുറച്ച് നാളുകൾക്ക് മുമ്പേ കുറേ രോഗവും പ്രയാസവും വിഷമതയൊക്കെയായി ധ്യാനിക്കാൻ വന്ന ഒരു യുവാവുമായി ഞാൻ സംസാരിക്കുകയായിരുന്നു. അവൻ എൻ്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഈ കഷ്ടപ്പാടും ക്ലേശങ്ങളെല്ലാം ചെകുത്താൻ്റെ ഒരു പണിയായിട്ടാണ് ഞാൻ കരുതിയിരുന്നത്. ഞാൻ ചോദിച്ചു, ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് ചെകുത്താൻ മാത്രമല്ല, ചെകുത്താനും ദൈവവും കൂടി ചേർന്നുള്ള ഒരു കൂട്ടുപരിപാടിയാണെന്നാണ് മനസ്സിലായെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പം ഞാൻ ചോദിച്ചു, നിനക്കിത് എവിടുന്നാണ് ഈ ചിന്ത കിട്ടിയത്? അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അതേ ജോബിൻ്റെ പുസ്തകം വായിച്ചപ്പോഴാണ് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായത് എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ? ജോബിൻ്റെ പുസ്തകത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ദൈവം അനുവാദം കൊടുത്തു, ചെകുത്താൻ പ്രവർത്തിച്ചു, രണ്ടുപേരും കൂടി ജോബിനെ ഒതുക്കി. അത് തന്നെ കാര്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ശരിയാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങളുടെ മുമ്പിൽ മനുഷ്യൻ്റെ ചില ഉദ്ദേശങ്ങൾ കാണും, ദൈവത്തിൻ്റെ ഉദ്ദേശവും ഉണ്ട്. ഒരാൾ നമ്മളോട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് ചില ഉദ്ദേശങ്ങൾ കാണും. പക്ഷേ അത് അനുവദിക്കുന്നതിന് പിന്നിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ജെറമ്യാ 29:11 പറയുന്നത് പോലെ ദൈവത്തിൻ്റെ ഉദ്ദേശം എപ്പോഴും നല്ലതാണ്. ദൈവത്തിന് ഒരിക്കലും തിന്മ വരികയില്ല. നിനക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ പിന്നിൽ മനുഷ്യൻ്റെ ഉദ്ദേശവും കാണും, ചിലപ്പോൾ അതിനോട് ചേർന്ന് ചെകുത്താൻ ഉദ്ദേശമുണ്ട്. എന്നാൽ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, ദൈവത്തിന് വ്യക്തമായ ഒരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഒരാൾ കടയിൽ ചെന്നവർ ഓറഞ്ച് വാങ്ങിക്കുന്നു. ഓറഞ്ച് വളരെ മധുരമുള്ളതാണെന്ന് അറിയാം. വാങ്ങിച്ച ഉടനെ തന്നെ അതിൻ്റെ പുറംതൊലി നക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഓറഞ്ചിൻ്റെ എന്തെങ്കിലും ഗുണം കിട്ടുമോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് വ്യക്തി ചോദിക്കുകയാണ്, ഇതാണോ ഓറഞ്ച് എന്ന് ചോദിച്ചാൽ അത് നമ്മൾ ദൂരെ കളയുന്ന ഒന്നാണ്.
തൊലി നമ്മൾ ദൂരെ കളയുന്ന ഒന്നാണ്. നമ്മൾ ഫോളോ ചെയ്യുന്നത് അതിൻ്റെ അകത്ത് മാർദ്ദവമായ കാര്യമാണ്. ഇതുപോലെ നമ്മുടെ അനുദിന ജീവിതത്തിൽ കടന്നു വരുന്ന കാര്യങ്ങളിൽ മനുഷ്യൻ്റെ ഉദ്ദേശം കാണും, സാത്താൻ ഉദ്ദേശങ്ങൾ കാണും. അതെല്ലാം ഈ ഓറഞ്ചിൻ്റെ പുറന്തോട് പോലെ നമ്മൾ കളയുന്ന ഒന്നാണ്. നമ്മൾ നോക്കേണ്ടത് ദൈവത്തിൻ്റെ ഉദ്ദേശത്തിലേക്കാണ്. ഹല്ലേലൂയ. എങ്ങനെയാണ് ദൈവിക ഉദ്ദേശത്തിലേക്ക് നോക്കേണ്ടത്? ദൈവിക ഉദ്ദേശത്തിലേക്ക് നമുക്ക് നോക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ അതിനെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം. എന്നാലേ ദൈവത്തിൻ്റെ പ്ലാൻ എന്താണെന്ന് വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ. ദൈവ കൈകളിൽ നിന്ന് വാങ്ങിക്കുന്നവർക്കാണ് ദൈവിക ഉദ്ദേശം വെളിപ്പെട്ട് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഞാനിത് എൻ്റെ തമ്പുരാൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നു എന്ന് നാം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ദൈവത്തിൻ്റെ പ്ലാൻ നമുക്ക് വെളിപ്പെടാൻ തുടങ്ങും. മനുഷ്യകരങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്നവരോ അവരുടെ ദുരുദ്ദേശങ്ങളെല്ലാം നമ്മുടെ തലയ്ക്കകത്ത് പൊങ്ങി വരും. അത് നമ്മളെ അകൽച്ചയിലേക്കും വിദ്വേഷത്തിലേക്കും ഒക്കെ ആയിരിക്കും നയിക്കുക. ദൈവ കൈകളിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ ദൈവിക ഉദ്ദേശത്തിലേക്ക് പയ്യെ നയിക്കാൻ തുടങ്ങും. അത് നമ്മളെ വളർത്താൻ തുടങ്ങും, നമ്മൾ വളരുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളെ വിഷമതകളെ എല്ലാം തന്നെ നമ്മൾ ദൈവത്തിൻ്റെ കൈകളിൽ നിന്ന് സ്വീകരിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവ കൈകളിൽ നിന്ന് സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ഉദ്ദേശത്തെ നമ്മൾ തള്ളിക്കളയുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവരോട് ക്ഷമിക്കുക. നിങ്ങൾക്ക് ഇതിനകത്ത് കാര്യമൊന്നുമില്ല എന്ന് നമുക്ക് ധൈര്യപൂർവ്വം പറയാനായിട്ട് കഴിയണം. അങ്ങനെ ദൈവ കൈകളിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ അതോടെ തന്നെ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയും. അവരുടെ ഉദ്ദേശം നമ്മളെ മുറിവേൽപ്പിക്കുകയില്ല, അത് നമ്മളെ പീഡിപ്പിക്കുകയില്ല, നമ്മളതിനെ ഫോളോ ചെയ്യുന്നേയില്ല. നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ദൈവത്തിൻ്റെ ആ പദ്ധതി, നമ്മളെ വളർത്തുന്ന പദ്ധതി, അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അത് ഫോളോ ചെയ്യാൻ കഴിയണമെങ്കിൽ നമ്മളെ മനുഷ്യരോടെല്ലാം ക്ഷമിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കൂട്ടായ്മയിലിരിക്കുന്ന ഏതൊരു വ്യക്തികൾ ഇതാ ഇപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അസ്വസ്ഥതയും വേദനയും അല്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും മറ്റ് വിഷമതകളും ഒക്കെ എൻ്റെ കൂട്ടത്തിലുള്ള ഇന്ന വ്യക്തികൾ വഴി എനിക്കുണ്ടായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഒരു അധികാരികൾ വഴി എനിക്കുണ്ടായതാണ്, അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ചില വ്യക്തികൾ വഴി എനിക്കുണ്ടായതാണ്, എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന ചില വ്യക്തികൾ വഴി എനിക്കുണ്ടായതാണ്, എന്തിനും ചിലപ്പോൾ എൻ്റെ മാതാക്കന്മാർ വഴി ഉണ്ടായതാണ്, എൻ്റെ വീട്ടിലുള്ളവർ വഴി എനിക്കുണ്ടായതാണ്. ഇങ്ങനെ നാം ചിന്തിക്കുമ്പോൾ നമ്മൾ അവരുടെ കയ്യിൽ നിന്നാണ് അത് സ്വീകരിക്കുന്നത്. അങ്ങനെ ഇവരും ഒക്കെ കാരണമാണ് ഞാൻ ഇന്ന് ഇഞ്ചിഞ്ചായി തകർന്നുകൊണ്ടിരിക്കുന്നത്, ഇഞ്ചിഞ്ചായി വേദനിച്ചുകൊണ്ടിരിക്കുന്നത്, ഇഞ്ചിഞ്ചായി നുറുങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? എൻ്റെ ചുറ്റുമുള്ള വ്യക്തികളുടെ വളരാത്ത മനസ്സും ഇടുങ്ങിയ ചിന്താഗതിയും തീർത്ത അവരുടെ സ്വഭാവം അതുമൂലമുണ്ടായ ഏതോ ഒരവസ്ഥ, ഈ അവസ്ഥ തീർത്ത ഏതോ കലവയ്ക്കകത്ത് ഞാൻ ഇങ്ങനെ അഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ആ ചിന്ത മൂലം ഇതാ എൻ്റെ സമാധാനവും സ്വസ്ഥതയും നശിച്ച് ഞാൻ നിരന്തരമായി നീറി അഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഈ ചിന്തയുടെ കല്ലറയിൽ നിന്ന് ഇതാ യേശു നിന്നെ വിളിക്കുന്നു. ഹല്ലേലൂയ. ലാസറേ പുറത്തു വരിക. ഹല്ലേലൂയ. നീ ഈ ചിന്തയുടെ കല്ലറയ്ക്കകത്ത് കിടക്കാനുള്ളതല്ല. നിന്നെക്കുറിച്ച് ദൈവത്തിന് വ്യക്തമായ ഒരു തെരഞ്ഞെടുപ്പുണ്ട്, നിന്നെക്കുറിച്ച് ദൈവത്തിന് വ്യക്തമായ ഒരു വിളിയുണ്ട്. അതിനാൽ ഇതാ യേശു നിന്നെ വിളിക്കുന്നു. ഈ ചിന്തയുടെ കല്ലറയെ ഉപേക്ഷിച്ച് ദൈവിക പദ്ധതിയിലേക്ക് നീ എഴുന്നേറ്റ് വരിക. പ്രൈസ് ഓൺ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മറ്റുള്ളവർ കാരണമാണ് എൻ്റെ ജീവിതത്തിൽ ഈ തകർച്ചയും ദുഃഖവും പ്രയാസവും ഉണ്ടായിരിക്കുന്നത് എന്ന ചിന്ത, അവർ കാരണമാണ് എനിക്ക് സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന ചിന്ത ഒരു പ്രയോജനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുകയില്ല. കാരണം നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വത്തെ കാണാതിരിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെയും മറ്റുള്ളവരെ നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാ അവരവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ എനിക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാകും. അവരാണ് ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടത്, എനിക്കൊന്നും ചെയ്യാനില്ല, അവരാണ് മാറ്റം വരുത്തേണ്ടത്. ഇത് നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെയും അവരാണ് മാറ്റം വരുത്തേണ്ടത് എന്ന് പറയുമ്പോൾ അവരാണ് തീരുമാനമെടുക്കേണ്ടത് എന്ന് പറയുകയാണ്. അവരാണ് തീരുമാനമെടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ വേറെ വാക്കിൽ പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് നമ്മൾ പറയുകയാണ്. നമ്മുടെ ഉത്തരവാദിത്വത്തെ കാണാതെ പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഉത്തരവാദിത്വം ഏറ്റെടുത്താലേ നമുക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയും. തീരുമാനമെടുക്കുന്ന വ്യക്തികൾക്ക് പ്രവർത്തിക്കാൻ കഴിയും. നമ്മളതുകൂടി ഓർക്കുക. നമ്മൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? എൻ്റെ പരാജയത്തിന് കാരണം മറ്റുള്ളവരാണ്, സാഹചര്യങ്ങളാണ്, ചുറ്റുപാടുകളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനില്ല,
അവരിലാണ് മാറ്റം വരേണ്ടത്, അവരാണ് തീരുമാനമെടുക്കേണ്ടത് എന്ന് പറയുകയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു ഒളിച്ചോട്ടമാണ്. നമുക്കിന്ന് ദൈവത്തോട് ചേർന്ന് ഇങ്ങനെ പറയാൻ കഴിയും, എൻ്റെ ജീവിതത്തിലെ പരാജയത്തിൻ്റെയും തകർച്ചകളുടെയും ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിതിന് വേറെ ആരെയും കുറ്റപ്പെടുത്തുകയില്ല. നീ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറായാൽ ദൈവം നിന്നോട് സംസാരിക്കാൻ തുടങ്ങും. മറ്റുള്ളവരാണ് നിന്റെ ജീവിതത്തിൻ്റെ കുഴപ്പത്തിന് കാരണമെന്ന് നീ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിനക്കൊരിക്കലും ദൈവശബ്ദം കേൾക്കാൻ പറ്റുകയില്ല. ആർക്കാണ് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കിട്ടുന്നത്? ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ദൈവം നിന്നോട് സംസാരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെയും, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയുടെ ഉത്തരവാദിത്വം ഞാൻ ഏതെങ്കിലും വ്യക്തികളിലോ സാഹചര്യങ്ങളിലോ പഴിയാകുകയില്ല. അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറായാൽ ദൈവം നമ്മോട് സംസാരിക്കും, നമുക്ക് തീരുമാനമെടുക്കാൻ കഴിയും. ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ ഒരു വ്യക്തിയും തീരുമാനമെടുക്കുകയില്ല. തീരുമാനമെടുക്കാൻ തയ്യാറാകാത്ത വ്യക്തിക്ക് ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നതിന് വളരെ പ്രധാനപ്പെട്ട മേഖല ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിൽ അടങ്ങിയിരിക്കുന്നു. മദ്യത്തിനും ലഹരി പദാർത്ഥത്തിനും അടിപ്പെട്ടു പോയ വ്യക്തികൾ, അവരും മദ്യപാനത്തിൻ്റെയും ലഹരി പദാർത്ഥത്തിൻ്റെയും എല്ലാം കാരണം, പുകവലിയുടെ എല്ലാം കാരണം പറയുന്നത് മറ്റുള്ളവർ കാരണമാണ്, കൂട്ടുകാർ കാരണമാണ്, ഞാൻ വളർന്ന ജീവിതാവസ്ഥ അങ്ങനെയാണ്, ഇങ്ങനെയാണ്. ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ അവർ മാറ്റം വരുത്തിയാലേ, അവരെന്നെ കുടിപ്പിക്കാതിരുന്നാലേ, ഈ സാഹചര്യങ്ങളിൽ മാറ്റം വന്നാലേ എൻ്റെ ജീവിതത്തിൽ നിന്ന് മദ്യവും ലഹരിയും പോവുകയുള്ളൂ എന്നാണ്. പ്രൈസ് ദി ലോർഡ്. സാഹചര്യങ്ങൾക്ക് മാറ്റം വരട്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തി ജീവിതത്തിൽ തനിക്കൊന്നും ചെയ്യാനില്ല എന്ന് ചിന്തിക്കുന്നവനാണ്. ഒന്ന് ഓർത്ത് നോക്കൂ, ഈ ചിന്ത നമ്മുടെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടല്ലേ നമ്മൾ ഒന്നും ചെയ്യാതെ മുന്നോട്ട് പോകുന്നത്. ഇത് അനേകം പേര് ഒന്നും ചെയ്യുന്നില്ല, വളരെ വൈകി എഴുന്നേൽക്കുന്നു, എങ്ങോട്ടാണ് പോകേണ്ടത് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല, എങ്ങോട്ടെങ്കിലും നടക്കുന്നു, കുറേ കഴിയുമ്പോൾ തിരിച്ചു വരുന്നു, ഫലപ്രദമായ രീതിയിൽ ഒന്നും ചെയ്യുന്നില്ല. ഓരോ ദിവസവും അങ്ങനെ ഒന്നും ചെയ്യാതെ മുന്നോട്ട് നീങ്ങുന്നു. ഓരോ ദിവസവും മുന്നോട്ട് ഒന്നും ചെയ്യാതെ നീങ്ങുമ്പോൾ സാവധാനം ആ വ്യക്തിയുടെ മനസ്സിൽ കടന്നു വരും, ഓ, എൻ്റെ ജീവിതത്തിന് വലിയ അർത്ഥമൊന്നുമില്ല, എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും ചെയ്യാനില്ലല്ലോ, അതുകൊണ്ട് എൻ്റെ ജീവിതം വ്യർത്ഥമാണ്, അർത്ഥമില്ല, ഒന്നിനും ഉപകരിക്കുന്നില്ല, ഒന്നിനും പ്രയോജനപ്പെടുന്നില്ല. ഈ ചിന്ത കൊണ്ട് നിറയുന്നു. ഇതാ നിരാശ ആ വ്യക്തിയെ പിടികൂടുന്നു. ജീവിതത്തോട് തന്നെ മലയുപ്പും വെറുപ്പുമായി മാറിക്കഴിഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള തകർന്ന അവസ്ഥയിലായിരിക്കുന്ന പലരുമുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് എഴുന്നേൽക്കണം. നമുക്ക് ആദ്യമായി സാഹചര്യങ്ങളെയും മറ്റുള്ളവരെയും പഴിചാരാതിരിക്കാം. ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാൻ തയ്യാറാകാം. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയുടെ ഉത്തരവാദിത്വം ഇതാ ഞാൻ ഏറ്റെടുക്കുന്നു. ഞാൻ ആരെയും പഴിചാരുന്നില്ല. നിന്റെ ജീവിതത്തിൽ ദൈവം ഒരു തകർച്ച അനുവദിക്കുന്നതിന് പിന്നിൽ നിന്നിൽ ഒരു മാറ്റം വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു തകർച്ച ദൈവം അനുവദിക്കാറുണ്ട്. അതുകൊണ്ട് തകർച്ച എങ്ങനെ മാറ്റണം എന്ന ചോദ്യത്തേക്കാൾ ദൈവമേ എന്നിൽ എന്ത് മാറ്റമാണ് ഞാൻ വരുത്തേണ്ടത് എന്ന് ചോദിച്ചാൽ ആ ചോദ്യം ഉപകാരപ്രദമായിരിക്കും. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന എല്ലാ വ്യക്തികളും ആദ്യമേ തന്നെ ചെയ്യേണ്ടത് ഇതാ നമുക്കെതിരായി പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണം എന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയുടെ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ചില ചോദ്യങ്ങൾ ഉയരും. ഞാനെന്തിനാണ് ഈ വ്യക്തിയോട് ക്ഷമിക്കുന്നത്? ഞാനെന്തിനാണ് ഈ വ്യക്തിയെ സ്നേഹിക്കുന്നത്? ഞാനെന്തിനാണ് ഈ വ്യക്തിയോട് കരുണ കാണിക്കുന്നത്? നമ്മളൊക്കെ കാരണം അന്വേഷിക്കുന്നവരാണ്. സ്നേഹിക്കാൻ കാരണം അന്വേഷിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. പലരുടെയും കുടുംബജീവിതത്തിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. അവരുടെ കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ പല കാരണങ്ങൾ അവർ അന്വേഷിക്കുന്നു. എന്താണ് ഈ വ്യക്തിയെ എനിക്ക് സ്നേഹിക്കുവാനായിട്ട് ഞാൻ എന്നിൽ കാണുന്നത്? സൗന്ദര്യം കാണുന്നു, വിദ്യാഭ്യാസം കാണുന്നു, പണം കാണുന്നു, കുടുംബമഹിമ കാണുന്നു. ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് ഇതാ സ്നേഹജീവിതം തന്നെ തുടങ്ങുന്നത്. പക്ഷേ തുടങ്ങുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഈ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നൊരു കാര്യമുണ്ട്, കാരണമില്ലാതെ നീ സ്നേഹിക്കണം എന്നതാണ്. ഹല്ലേലൂയ. നമ്മൾ ജോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ ഒരു കാര്യം കാണുന്നുണ്ട്. സാത്താൻ ഭൂമി മുഴുവൻ ഇങ്ങനെ ഉലാത്തിയ ശേഷം ദൈവത്തിലേക്ക് ചെല്ലുകയാണ്. ദൈവം ചോദിക്കുന്നു, നീ എൻ്റെ ഭക്തനായ ജോബിനെ കണ്ടോ? ആ കണ്ടു എന്ന് പറയുന്നു. ഉടനെ ചെലുത്താൻ പറഞ്ഞാലെന്നറിയാവോ? നീ അവന് വാരിക്കോരി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അവൻ നിന്നെ സ്നേഹിക്കുന്നു. അവൻ സ്നേഹിക്കാനായിട്ട് കാരണമുണ്ട്. അപ്പോൾ ദൈവം ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു, കാരണമില്ലാതെ സ്നേഹിക്കുന്ന സ്നേഹത്തിലേക്കാണ് എൻ്റെ ഭക്തന്മാർ വരേണ്ടത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏത് കാരണം കൊണ്ടാണോ
ജോബ് ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് സാത്താൻ പറഞ്ഞു. ആ കാരണങ്ങളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി ജോബിന്റെ ജീവിതത്തെ മാറ്റി. എന്നിട്ടും ജോബ് ദൈവത്തോട് പറഞ്ഞു, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് സ്തുതി ആയിരിക്കട്ടെ എന്ന്. കാരണമില്ലാതെ സ്നേഹിക്കുന്ന ഒരു സ്നേഹത്തിലേക്ക് ദൈവം നമ്മളെല്ലാവരെയും മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിന് മുമ്പിൽ ഈ ഒരു പരീക്ഷണം ഉണ്ടാകും. കാരണമില്ലാതെ നിനക്ക് സ്നേഹിക്കാൻ കഴിയുമോ? ഇതാ കുടുംബജീവിതം മുന്നോട്ട് നീങ്ങുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തോന്നും, ഇതാ ഭർത്താവിന്റെ ആരോഗ്യം പോയി, ഭർത്താവ് ഇതാ രോഗിയായിരിക്കുന്നു, ഭാര്യയുടെ ആരോഗ്യം പോയി, ഭാര്യ ഇതാ രോഗിയായിരിക്കുന്നു. നിനക്ക് കാരണമില്ലാതെ സ്നേഹിക്കാൻ പറ്റുമോ? നീ ഏത് കാരണം കൊണ്ട് സ്നേഹം തുടങ്ങിയോ, ഈ കാരണങ്ങൾ ഓരോന്നും ദൈവം എടുത്തു മാറ്റുമ്പോഴും കാരണമില്ലാതെ സ്നേഹിക്കുന്ന ഒരു സ്നേഹത്തിലേക്ക് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോബിന്റെ ജീവിതത്തിലെ ഈ പരീക്ഷണം നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ അറിഞ്ഞിരിക്കുക സഹോദരങ്ങളെ, അതിനാൽ കരുണയ്ക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി, നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ള, നമ്മളെ ഉപദ്രവിച്ചിട്ടുള്ള, നമ്മളെ രക്തം വീഴ്ത്തിയിട്ടുള്ള എല്ലാവർക്കും വേണ്ടി ഇതാ കാരണമില്ലാതെ സ്നേഹിച്ചുകൊണ്ട് കരുണയ്ക്ക് വേണ്ടി, അവരിലേക്ക് കരുണ ഒഴുകാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെയും, നമ്മുടെ ഉള്ളിലെ അന്ധകാര ശക്തിയെ നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? ദൈവത്തെക്കാൾ കൂടുതലായി നീ എന്തിന് പ്രാധാന്യം നിന്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ടോ അതൊരു പൈശാചിക ബന്ധനമാണ്. ദൈവത്തെക്കാൾ ഉപരിയായി നിന്റെ ഉള്ളിൽ നീ ആർക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അതൊരു പൈശാചിക ബന്ധനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലും വല്യപ്പച്ചൻ ഉണ്ടാക്കുന്ന പണമെല്ലാം സൂക്ഷിച്ചു വെച്ച് ബാങ്കിൽ കൊണ്ടുവന്ന് ഇട്ട് അതിന് പലിശയൊക്കെ എണ്ണി ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കുകയാണ്. വീട്ടിലുള്ള ഭാര്യയും പിള്ളേരും ഈ മനുഷ്യന്റെ പിശുക്ക് മൂലം വളരെയധികം നീറിപ്പോവുകയാണ്. ഇയാൾക്ക് വേണ്ടി പോലും ഉപയോഗിക്കാറില്ല. 8 ലക്ഷത്തോളം രൂപ ബാങ്കിലായി. ഒരു ദിവസം ഒരാൾ ഇയാളെ സമീപിച്ചിട്ട് പറഞ്ഞു, വല്യപ്പച്ച, ഇപ്പോൾ പലിശ കിട്ടുന്ന ധാരാളം സംവിധാനങ്ങളുണ്ട്, എന്തിനാ വെറുതെ ബാങ്കിൽ കൊണ്ടുവന്നിട്ട് ഈ തുക കളയുന്നത്? അപ്പോൾ ഇത് കേട്ട ആകർഷനായ ഈ മനുഷ്യൻ ഒരല്പം പേടിയോടാണെങ്കിലും 25,000 രൂപ പിൻവലിച്ച് ഇയാളെ കയ്യിൽ കൊടുത്തു. എല്ലാ മാസവും കൃത്യം പലിശ, പറഞ്ഞ പ്രകാരമുള്ള പലിശ. അപ്പോൾ ഇയാൾ ആവേശമായി 1 ലക്ഷം രൂപ പിൻവലിച്ചു. അപ്പോഴും അതുപോലെ പറഞ്ഞ പ്രകാരമുള്ള പലിശ എല്ലാ മാസവും. ഒന്നും കൂടെ ആവേശമായി മുഴുവൻ പണവും പിൻവലിച്ചു, 8 ലക്ഷവും പിൻവലിച്ചു. ഏതാനും മാസം കഴിഞ്ഞില്ല, പിന്നെ ഇയാളെ കാണാനേ ഇല്ല. തിരക്കിയപ്പോൾ അറിഞ്ഞു ഈ പാർട്ടി ഒരു തട്ടിപ്പ് പാർട്ടിയായിരുന്നു എന്ന്. തൻ്റെ 8 ലക്ഷവും പോയി. പുള്ളിക്ക് സഹിക്കാൻ പറ്റിയില്ല. താൻ ഏതൊന്നിനു വേണ്ടി ജീവിച്ചോ അതിപ്പോൾ പോയി. ഇനി താൻ എന്ത് കണ്ടി ജീവിക്കും? അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാമായിരുന്ന ഉള്ളിൻ്റെ ഉള്ളിൽ 1ാം സ്ഥാനം കൊടുത്തിട്ടിരുന്ന പണം മുഴുവനും പോയി. ഇപ്പൊ ഇയാൾക്ക് ആത്മഹത്യ ചെയ്യണമെന്നുള്ള ചിന്തയായി. ഒരു ദുർബല നിമിഷത്തിൽ ഈ പണം പോയൊരു ദുഃഖം സഹിക്കവയ്യാതെ ഇയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. കടയിൽ ചെന്ന് വിഷം വാങ്ങിച്ച് ഇയാൾ കുടിച്ചു. ഇയാൾ പിശുക്കനായതുകൊണ്ട് വാങ്ങിച്ച വിഷം വില കുറഞ്ഞതായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു ബോധക്കേടും പിന്നെ ഇച്ചിരി ഛർദിയൊക്കെയാണ് ഉണ്ടായത്. ഏതായാലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. 1.5 ആഴ്ച ആശുപത്രി കടന്നു, തിരിച്ചു കൊണ്ടുവന്നു. ഇപ്പോൾ ഇയാളുടെ പ്രത്യേകത, ഇയാൾക്ക് ഉറക്കമേ ഇല്ല. പിന്നെയും ചാകണമെന്നുള്ള ചിന്ത വരികയാണ്. ഇയാൾ ഇവിടെ ധ്യാനിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ബുധനാഴ്ച ദിവസം ഞാൻ ഈ വല്യപ്പച്ചനെ കണ്ട് സംസാരിച്ചു. ഞാൻ ചോദിച്ചു, വല്യപ്പച്ചൻ ഇപ്പൊ എന്ത് പറയുന്നു? ആ മനുഷ്യനോട് ക്ഷമിച്ചോ? വല്യപ്പച്ചൻ പറഞ്ഞു, ഞാൻ ക്ഷമിക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചു, പിന്നെന്താ പ്ലാൻ? ഇപ്പോൾ എൻ്റെ പ്ലാൻ അവനെ തട്ടണം എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചോദിച്ചു, അതെന്തിനാ? ഇനി അവൻ ഈ ചതി ആരോടും ചെയ്യരുത്, പരോപകാരത്തിന്റെ പേരിലാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, വല്യപ്പച്ചന് ഉള്ളിൽ കിടക്കുന്ന ഈ പണത്തിന്റെ 1ാം സ്ഥാനം, ഈ പണമോഹമല്ലേ ഈ തട്ടിപ്പിൽ ചെന്ന് പെടാനിടയായത്. അതുകൊണ്ട് ഇതല്ലേ നമ്മൾ മാറ്റിക്കളയേണ്ടത്. വല്യപ്പച്ചന് യഥാർത്ഥത്തിൽ വല്യപ്പച്ചനോട് സ്നേഹമുണ്ടോ? വല്യപ്പച്ചൻ സ്നേഹിക്കുന്നത് പണത്തെയാണ്. വല്യപ്പച്ചന് യഥാർത്ഥത്തിൽ ഭാര്യയോട് സ്നേഹമുണ്ടോ? മക്കളോട് സ്നേഹമുണ്ടോ? സത്യം പറഞ്ഞാൽ വല്യപ്പച്ചൻ പണത്തെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. വല്യപ്പച്ചൻ സമ്മതിച്ചു, പശ്ചാത്തപിച്ചു, ദൈവത്തോട് മാപ്പി ചോദിച്ചു. വല്യപ്പച്ചൻ പറഞ്ഞു, ഇനി എനിക്ക് ദൈവമാണ് വലുത്. അതുകൊണ്ട് ഇതിന്റെ പേരിൽ ഞാൻ ഇനി ആരോടും വിരോധമില്ല, വെറുപ്പില്ല, വഴക്കുമില്ല. തീരുമാനമെടുത്തു. അന്ന് രാത്രി വല്യപ്പച്ചൻ സുഖമായി ഉറങ്ങി. അടുത്ത ദിവസം വല്യപ്പച്ചന് വലിയ സന്തോഷമായി. വല്യപ്പച്ചന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. നമ്മൾ അറിഞ്ഞിരിക്കുക, നഷ്ടപ്പെടുത്തിയത് ആരാണോ അവരെ കൊണ്ട് ഞാൻ വെപ്പിക്കും. ഈ ചിന്തയുമായി കേസും ഭീഷണിയുമായിട്ട് നടക്കുന്ന ആളുകളുണ്ട്. എന്നിട്ട് കിട്ടാറുണ്ടോ? അതില്ല. എന്നാൽ അറിഞ്ഞിരിക്കുക, നിനക്ക് നഷ്ടപ്പെടുന്നത് ദൈവം തിരിച്ചു തരും. തമ്പുരാന്റെ കയ്യിൽ നിന്ന് വാദിക്കാൻ നീ തയ്യാറാകുക. ഹല്ലേലൂയ. ദൈവം തിരിച്ചു വരുമ്പോൾ 7 ഇരട്ടിയായി തിരിച്ചു വരും. നീ വിശ്വസിക്കുക. ധൂർത്തപുത്രനെ കൊടുത്തി കൂടിയ കൂട്ടുകാരെ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞല്ലോ. പക്ഷെ അപ്പം തിരിച്ചു കൊടുത്തില്ലേ? ചെകുത്താൻ ജോബിന്റെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റിയത് ജോബിന്റെ ആയുസ കാലത്ത് തന്നെ ജോബിന് തിരിച്ചു കിട്ടി. ആരാണോ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് അവർക്ക് തരാൻ നിവൃത്തിയില്ലെങ്കിലും ഞാൻ അവരെ കൊണ്ട് വെപ്പിക്കും. ഈ മനോഭാവം ദൂരെ കളയുക. എനിക്ക് ദൈവം തിരിച്ചു തരും. ദൈവത്തിന് പല മെത്തേഡുണ്ട്. ചിലപ്പോൾ നമ്മൾ കൊടുത്ത വ്യക്തിയിൽ തന്നെ ദൈവം തിരിച്ചു വാങ്ങിച്ചു തരും. ചിലപ്പോൾ ദൈവം വേറെ വഴിക്കായിരിക്കും തിരിച്ചു തരുന്നത്. ദൈവത്തിന് അനുഗ്രഹം തരാനായിട്ട് എത്രയോ വഴികളുണ്ട്.
തമ്പുരാൻ ഒന്ന് തീരുമാനിച്ചാൽ പോരെ? നമ്മുടെ കയ്യിൽ ആരെങ്കിലും വാങ്ങിച്ചോണ്ട് പോയതിന്റെ 10,000 ഇരട്ടി ദൈവത്തിന് തിരിച്ചു തരാൻ കഴിയലേ? നീ എന്തിനു വെറുപ്പും വൈരാഗ്യവും വെച്ച് നിന്നിൽ പ്രവർത്തിക്കേണ്ട ദൈവത്തെ നിന്നിൽ നിന്ന് മാറ്റിക്കളയുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മാത്രം